ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പൂഞ്ഞാറ് അസംബ്ലി മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബി ജേക്കബ് കളപ്പുരയ്ക്കൽ പറമ്പിൽ, യോഗത്തിന് സ്വാഗതം അർപ്പിച്ച ശ്രീ ജിമ്മി, ഇവിടെ വരുന്ന സമയം ആം ആദ്മി പാർട്ടിയെ പറ്റി അതിന്റെ കാര്യഗൗരവമായി നല്ല രീതിയിൽ സംസാരിച്ച് ഇതിനെ ഇന്ന് ആവേശത്തിലെത്തിച്ച ശ്രീ എന്റെ സാർ, പ്രിയങ്കരനായ സഹപ്രവർത്തകൻ, ഇതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നവീൻ ജീനാദാമണി, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെലിം ഫിലിപ്പ് മാഡം, കോട്ടയം ജില്ലയുടെ ഏറ്റവും പ്രിയങ്കരനായ ഡൈനാമിക് ആയിട്ടുള്ള ശ്രീ ജോലി സാർ, പ്രിയങ്കരനായ ശ്രീ ജസി മാഡം, ശ്രീ ശശികുമാർ പാലക്കുളം സാർ, സബീന മാം, പ്രിയ ശരൺദേവ്, എന്നെ കേൾക്കുന്ന നവരാഷ്ട്രീയ സന്ദേശയാത്ര, എനിക്ക് ഒന്ന് കോട്ടയത്ത് ഇതിനു മുമ്പിൽ ഇങ്ങനെ പ്രോഗ്രാം നടത്തി, തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കണ്ണൂരും, അങ്ങനെ പാർട്ടിയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത്തരം പേരുകൾ യാത്രകൾ പല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളത് സത്യത്തിൽ എവിടെ തുടങ്ങണമെന്നുള്ളതാണ്. നമ്മുടെ കോട്ടിട്ട മോദിയുടെ കാര്യത്തെ പറ്റി സംസാരിച്ചു തുടങ്ങണോ, അത് മുൻകൊടുത്ത മോദിയുടെ കാര്യത്തെ പറ്റി സംസാരിച്ചു തുടങ്ങണോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഞാന് യാത്രയെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ആരംഭിക്കുന്നത്. യാത്ര പറയുമ്പോൾ ഞാൻ ഇന്ന് നവകേരള യാത്രയെ പറ്റിയൊക്കെ നമ്മൾ കുറെ സംസാരിച്ച് പഴകിയ വിഷയമാണ്. നവകേരള യാത്ര കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയതിനു ശേഷം ഇന്ന് പുതിയൊരു, അതായത് പഴയ പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ ഇന്ന് പുതിയ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എല്ലാവർക്കുള്ള യാത്രയാണ്. എല്ലാവരും കേൾക്കുക, എല്ലാവരെയും സ്വാധീനിപ്പിക്കുക, അവരുടെ പ്രശ്നം കേൾക്കാനുള്ള യാത്ര. പക്ഷെ തൊട്ടിപ്പാളീസായി പോയി, ജനം തിരസ്കരിച്ചു. ഒരാളുടെ പോലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജനങ്ങളെ ആകർഷിക്കാനാണ് ഇവിടുന്ന് സമരവുമായിട്ട് 20 മന്ത്രിമാർ ഡൽഹിയിൽ പോയത്. അവിടെ ചെന്ന സ്ഥലത്തിൽ കേരളം അവിടെ വന്നതുകൊണ്ട് മാധ്യമ കിട്ടി എന്നുള്ള സത്യം, അല്ലെങ്കിൽ അതും തുടങ്ങി. അപ്പൊ ഇപ്പോ ഇലക്ഷൻ സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ഇന്നലെ തിരുവനന്തപുരത്ത് പുതിയ ആ യാത്ര എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാര്, കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പല മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ചെറുപ്പക്കാരെ കാണുന്ന യാത്രയാണ് ഇന്നലെ. അത് പുതിയ ഇതിന്റെ പേര് നവകേരള യൂത്ത് സദസ് ഇന്നലെ നാം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം കൊല്ലത്ത് 5000 തൊഴിലാളികളുടെ, അതായത് 5000-ലധികം തൊഴിലാളികളെ കാണുകയും കേൾക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നവകേരള സന്ദേശയാത്രയും സദസ്സും. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ യാത്ര അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരുടെ യാത്ര അല്ലെങ്കിൽ അവരുടെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ചില വീഡിയോ ബൈറ്റൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടു. അതിലെ സദസ്സിലുണ്ടായിരുന്ന ഒരു സിനിമാക്കാരൻ, അനശ്വര എന്നാണ് ആ കുട്ടിയുടെ പേര്, മികച്ച ഇടയ്ക്ക് നേരെ എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയാണ്. അങ്ങനെ 3 പ്രമുഖരായിട്ടുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് ആ സദസ്സിൽ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നത്. അനശ്വരയാണ് മുഖ്യമന്ത്രിയോട് അവസാനം ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു കേരളത്തിലെ ചെറുപ്പക്കാരുടെ മുഴുവൻ പ്രശ്നവും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ചോദ്യമായിരിക്കും അനശ്വര ചോദിക്കുന്നതാണ്. കാരണം അവരുടെ പ്രതിനിധിയായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതിനിധികൾ നടത്തിയ സമ്മേളനം. അതിൽ അനശ്വര ചോദ്യം ഇതാണ്, മൈക്ക് കൊടുത്തു അനശ്വര ചോദിച്ചത്, ശ്രീ പിണറായി വിജയൻ സാറേ, എനിക്ക് കേരളത്തിന്റെ ചെറുപ്പക്കാരുടെ പ്രതിനിധിയിൽ അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം. അപ്പൊ നമ്മൾ വല്ലാതെ ആകാംക്ഷയോടാണ് സാർ, തിരുവനന്തപുരത്ത് മാത്രം നടത്തുന്ന അന്തർദേശീയ ചലച്ചിത്ര പ്രദർശനം അത് തിരുവനന്തപുരത്ത് നിന്നൊക്കെ മാറ്റി ഗ്രാമാന്തരങ്ങളിൽ കൊണ്ടുവരണം. ഇതാണ് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി കൊടുക്കണം. അതായത് തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അത്
കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വേണം. ശരിയാണ്, സിനിമകളെ ആസ്വദിക്കുന്ന മനുഷ്യർക്ക് ആവശ്യം. ഞാൻ പറയാൻ കാര്യം, മുഖ്യമന്ത്രി ഈ സദസ്സ് നടത്താൻ വേണ്ടി ഇറങ്ങി സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴാണ് ഏതാണ്ട് 500 അധികം വരുന്ന ചെറുപ്പക്കാർ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടതിനു ശേഷം റാങ്ക് ലിസ്റ്റിന്റെ നിയമനം കിട്ടാത്തതിന്റെ പേരിൽ അവർക്ക് അടുത്ത മാസം 36 വയസ്സ് കഴിയുക. പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ നിന്ന് 20% ചെറുപ്പക്കാരെ മാത്രം അപ്പോയിന്റ്മെന്റ് നൽകിയത്, ബാക്കി ആർക്കും അപ്പോയിന്റ്മെന്റ്. ആ ചെറുപ്പക്കാര് ഈ തമ്പ്രാന്റെ കണ്ണു തുറക്കാൻ, ഈ രാജാവിന്റെ കണ്ണു തുറക്കാൻ, CPM ഭാഷയിൽ പറഞ്ഞാൽ സൂര്യൻ അല്ലെ, അങ്ങനെ സൂര്യൻ ഭഗവാൻ, സൂര്യത്തിലേക്ക് അടുത്ത കരിഞ്ഞു എന്ന് പറഞ്ഞ് തമ്പ്രാന്റെ കണ്ണു തുറക്കാൻ സെക്രട്ടേറിയറ്റിന്റെ പടികളിൽ കൈകൂപ്പിയും മുട്ടിലെഴുതിയും റോഡിൽ കിടന്നും മുട്ടിലെഴുതിയും തമ്പ്രാന്റെ കണ്ണു തുറന്നു എന്ന് ഞങ്ങളെ ശ്രമിക്കും, ഞങ്ങളെ കേൾക്കുക എന്ന് പറഞ്ഞ് 500 വരുന്ന ചെറുപ്പക്കാർ, കേരളത്തിന്റെ പ്രതീകമായിരുന്ന ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന്റെ പടികളിൽ പിന്നീട് ഈ തമ്പ്രാന്റെ ദയാദാസികൾ അവരെ കാണാതെ കേൾക്കാതെ അവർക്കൊരു മൈക്ക് കൊടുക്കാതെയാണ് വിദ്യാർത്ഥികളിലേക്ക് അനുഭവിച്ചിരുന്നത്. ഈ IFFKയുടെ സംവിധാനം കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെന്ന് പറയുന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പാവപ്പെട്ട ചെറുപ്പക്കാർ ഇവരെ വെച്ച് സംശയം നോക്കി. അതായത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വിളിച്ച് അവരുടെ ആശങ്കയും ആളുകളെയും കേൾക്കുന്നത് ഉണ്ടാവും. ഈയിടെ വയനാട്ടിൽ പോയി നമ്മൾ പത്രമാധ്യമങ്ങളിൽ കണ്ടു. എനിക്കൊന്ന് നിരാശ കേട്ടാന്നൊക്കെ പറയുന്നത് കൂടുതൽ പേരും കാർഷിക പ്രവർത്തി ജീവിക്കുന്ന മനുഷ്യരാണ്, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരാണ്. വയനാട്ടിൽ അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കണക്കെടുത്താൽ, കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ കണക്കെടുത്താൽ ഏതാണ്ട് 500 മനുഷ്യർ ഭ്രാന്തരകിയ ആനയുടെയും കാട്ടുമൃഗങ്ങളുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ പീഡനത്തിൽ മരണപ്പെട്ട് കൊല്ലപ്പെട്ടു. അധ്വാനമുണ്ടാകുന്ന ഒരു വർഷം ആറ്റുനോക്കിയിരുന്ന് പണിയെടുത്ത് അവന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയായ ആ വിളവെടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് കാട്ടുമൃഗം ഇറങ്ങി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ വാർത്തകൾ നമ്മൾ കൊടുക്കും. ശരിയല്ലേ? നമ്മൾ കണ്ടു. നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് 500-ലധികം ആൾക്കാർ പല വിധത്തിൽ പരിക്ക് പറ്റുകയും മരണപ്പെടുകയും ചെയ്തു. പക്ഷെ പത്രമാധ്യമങ്ങൾ കണ്ടു തുറന്നത് അജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അവൻ ഒരു കാട്ടുമൃഗത്താൽ കൊല ചെയ്യപ്പെട്ടപ്പോഴാണ് ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയവരൊക്കെ വിളിപ്പുള്ളൂ. അജീഷിന്റെ വീട്ടിൽ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട കൃഷിക്കാരനായ 47 വയസ്സുള്ള ആ മനുഷ്യന്റെ വീട്ടിൽ പോയപ്പോ ആ മനുഷ്യന്റെ ഭാര്യ ഏതാണ്ട് 7 വർഷമുള്ള അപ്പൻ, കുഞ്ഞുകൊണ്ട് അപ്പൻ, 13 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകൾ അയാന, 9 വയസ്സുള്ള മകൻ അജി. ആ അജി എന്ന് പറയുന്ന കുഞ്ഞ് വന്നിട്ട് വയനാട് മുൻ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ അജിയോട്, നമ്മുടെ പാർട്ടിക്കാരൻ അജിയോട് ചോദിച്ചു. ഞങ്ങൾ വിളിക്കുന്ന അവൻ കേട്ടു. അജി എന്ന് ഞങ്ങള് ഈ അജി കൗറിനെ വിളിക്കുന്ന കേട്ടപ്പോ ഈ കുഞ്ഞ് വന്നിട്ട് ഈ അജിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞത് ചേട്ടന്റെ പേര് അജി എന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ അവിടെ അടുത്ത് വെക്കുക, എന്റെ പേര് അജി. ചേട്ടാ എന്റെ ഡാഡിയുടെ പേര് അജി എന്നായിരുന്നു. ആ സ്ത്രീ പറഞ്ഞത് മരണപ്പെട്ടതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ പൊരുത്തപ്പെട്ടു. ഈ 9 വയസ്സുള്ള മകൻ അപ്പനെ ആളുകൾ വിളിക്കുന്നത് പൊരുത്തപ്പെട്ടു. അവര് സ്ത്രീയോട് പറഞ്ഞത്, അമ്മയോട് പറഞ്ഞത്, അവര് പറഞ്ഞത് ഒരു ദിവസം രാത്രി ചേർത്ത് അമ്മയുടെ വട്ടം ചുറ്റി പിടിച്ചിട്ട് അമ്മയോട് പറയുക, അമ്മ എന്തിനെങ്കിലും ജീവനുള്ള ഡാഡി എനിക്ക് കൊടുത്ത, ജീവനുള്ള ഡാഡി എനിക്ക് കൊടുക്കണ്ടേ? ഇവരെ കാലാകാലങ്ങളായി ഈ നാട് ഭരിച്ചിട്ട് ആന ഇറങ്ങി വരുന്ന ഫെൻസി അവിടുത്തെ പ്രശ്നമുണ്ട്. ആനയും പുലിയും കടുവയും കാലെടുക്കുമ്പോ അവരെ നിയന്ത്രിക്കാൻ ഫെൻസിങ് സംവിധാനമില്ല. 72 വയസ്സുള്ള അജി എന്ന് പറയുന്ന മനുഷ്യന്റെ അപ്പൻ കുഞ്ഞുമാൻ പറഞ്ഞത്, സാറേ ഇത് വലിയ അന്തർദേശീയ പ്രശ്നമൊന്നുമല്ല, ഇതിന് ഒരുപാട് പഠനങ്ങൾ ആവശ്യമില്ല, ഇതിന് പ്രമുഖ രാഷ്ട്രീയം പഠിക്കണ്ട, ഇതിന് ശാസ്ത്രജ്ഞന്മാർ വരണ്ട, ഇതിന് ഒറ്റ വിഷയമാണ് സാർ, കർഷകരായ ഞങ്ങളെ ഏൽപ്പിക്കും, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, ഗവൺമെന്റ് അങ്ങനെ സംഭവിച്ചാൽ മതി, ഒരു ഫെൻസിങ് കിട്ടാൻ മതി. ചെയ്യത്തില്ല. കാടുകൾക്കും കയ്യേറി തേക്കിന്റെ കൂപ്പുകൾ ഉണ്ടാക്കി മാലിന്യം
14 പേര് പണം കാണിച്ച് റിസോർട്ട് പണിത് തേക്കുകൂത്ത് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ മറ്റ് പല വിഷയങ്ങൾ ഇടയിൽ വളരില്ല. ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതെ ആനയും പുലിയും കടുവയും ഒക്കെ നിരത്തിലിറങ്ങി റോഡിലിറങ്ങി. ഇന്നലെ വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ഇട്ടിരിക്കുന്ന വീട് നേരത്തെ കാട്ടാണ്. കേരളത്തിലെ വനമന്ത്രി 2019 ചോദിച്ചു, സാർ ഈ കാട്ടാനെയും കാട്ടുമൃഗത്തിനെയും കാട്ടുപോത്തിനെയും ഒക്കെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം? കാരണം തമിഴ്നാടിന്റെയും കർണാടകയും വനപ്രദേശത്തിനായി ചേർന്ന് കിടക്കുന്ന ജില്ലയാണ് വയനാട്. ഇവിടുത്തെ മനുഷ്യ രക്ഷിക്കാൻ എന്താണ് മാർഗം? വനമന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത് ഈ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കടുവയെയും പുലിയെയും വന്ധീകരിക്കുന്നു. എങ്ങനെ അറിയാൻ പറ്റും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനമാണെന്ന്? എവിടെ നോക്കി അറിയാൻ പറ്റും? എവിടെ നോക്കി വന്ധീകരിക്കും? ഒരു മന്ത്രി പറയുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കർണാടകയിൽ നിന്ന് വരുന്ന പുലിയെയും കടുവയെയും വന്ധീകരിക്കും. ഞാൻ പച്ചമലയാളം ചോദിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ കടുവയാണെന്നും കർണാടകത്തിലെ കടുവയാണെന്നും ഈ പുലിയുടെ കടുവയുടെ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മന്ത്രി പറയുക. അങ്ങനെ മനുഷ്യനെ ചവിട്ടിക്കൊന്നു. അദ്ദേഹം പറഞ്ഞു, സാർ മന്ത്രിമാർ മരണപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പോലും ഒരു മന്ത്രിയും ഒരു കളക്ടറും ഒരു മുഖ്യമന്ത്രിയും വന്നില്ല. ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണാനൊന്നുമില്ല. അദ്ദേഹം വന്നാൽ, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വന്നാൽ എന്റെ ചെറുക്കിന് എന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ സാർ ഇവിടെ വരാമല്ലോ, അവർക്ക് ഇവിടെ വരാമല്ലോ, ഞാനൊന്ന് ആശ്വസിപ്പിക്കാമല്ലോ. വോട്ട് വാങ്ങുന്ന സമയത്ത് ചിരിച്ച് പളവനാട്ടിൽ കുപ്പായിട്ട് കർഷകരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് 1.5 കോടി വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയതിനു ശേഷം ഇവനെ പേടിക്കുന്ന നയ രൂപീകരണത്തിന്റെ വൃത്തികേട് കൊണ്ട് കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ വീടുകളിൽ കയറി ചെന്ന് അവരെ ഒന്ന് സ്വാധീനിപ്പിക്കാൻ പോലും കഴിയാത്ത ജനാധിപത്യ നേതൃത്വം കേരളത്തിൽ ഭരിക്കുകയല്ലേ. ഇന്നലെ 2 ദിവസം കഴിഞ്ഞപ്പോ രാജേഷും വനമന്ത്രി ചിലപ്പോ കൊച്ചുപിള്ളേരെ കോസാറെ വീട്ടിൽ പോകും. നിങ്ങളെ കാട്ടിൽ പോയി വോട്ട് ചോദിക്കേ. 11 വയസ്സുള്ള ഈ അജീഷിന്റെ മകൾ അലേന കേരളത്തിന്റെ മന്ത്രിയോട് പറഞ്ഞു, ഒന്നും കേൾക്കുന്നില്ലേ സാറേ, നിങ്ങൾ കാട്ടിൽ പോയി വോട്ട് ചോദിക്കേ, ഞങ്ങൾ വോട്ടില്ല. ആലോചിക്കും, മനുഷ്യർ ജീവിക്കണ്ടേ, സ്വസ്ഥമായി ജീവിക്കണ്ടേ. അടുത്ത വീട്ടിൽ പോയി ലക്ഷ്മണൻ ആന ചവിട്ടിക്കൊന്നു. സോമശേഖരൻ കടുവ കടിച്ചു പറിച്ചു. മനുഷ്യരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ കഴിയാത്ത ഭരണ സംവിധാനം. ആം ആദ്മി പാർട്ടിയുടെ നയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നയം ജനങ്ങളുടെ നയമാണ്. ഇതിനെ വെടിവെച്ചു കൊല്ലണം. എന്റെ മക്കളല്ല, ജനങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ, മലയിലുള്ള മൃഗങ്ങളെ വംശനാശ ഭീഷണി നേരിടാത്ത വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിനെ കൊല്ലാനുള്ള ലൈസൻസ് കർഷകന് കൊടുക്കണം. അതിനെ കട്ടാനുള്ള ലൈസൻസ് കർഷകന് കൊടുക്കണം. അത് കൊടുക്കില്ല. കാരണം ഇവരെ കേന്ദ്രത്തിലെ ഹരിത ഫണ്ടും കാർബൺ ഫണ്ടും ഒക്കെ വാങ്ങിച്ചു വെച്ച് കോടാനുകോടി രൂപ ഉണ്ടാക്കി കർഷകര് അവരുടെ ജീവിതം ദുസ്സഹമാക്കി നിന്നിട്ട് പറയുന്ന വർത്തമാനമുണ്ട്. ഭൂഷകളാണെന്ന് പറയുന്നത്. ഭൂഷകൾ ആരാണ്? കുടിയേറ്റ കർഷകർ കണ്ണൂരും ഇടുക്കിയിലും ഒക്കെ താമസിക്കുന്ന മനുഷ്യർ ഭൂഷകളാണെന്ന് പറയുന്നത്. പിന്നെ കുറെ മൃഗസ്നേഹികളുണ്ട്. അവരെ പറ്റി പറയാതെ പോകാൻ പറ്റുമോ? കുറെ മൃഗസ്നേഹികൾ നാട്ടിൽ. മൃഗസ്നേഹികൾ എങ്ങനെയാണ്? വയനാട്ടിലും ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഈ വന്യമൃഗങ്ങളെ ആക്രമിക്കുന്ന മനുഷ്യരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ വീട്ടിൽ മൃഗങ്ങളുണ്ട്. പക്ഷേ സ്വന്തം പിതാവിനെ, സ്വന്തം സഹോദരനെ, സ്വന്തം ഭാര്യയെ, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകളെ നശിപ്പിക്കുന്ന മനുഷ്യന് ഇവരുമായി കാവറ്റത്തിന് മൃഗസ്നേഹം മനസ്സിലാക്കുന്ന സാർ ഒരു തത്വമില്ല വിഷയത്തിൽ. എവിടെയെങ്കിലും ഫ്ലാറ്റിലൊക്കെ ഇരുന്ന് കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ ഫ്ലാറ്റിൽ സുഖമായി ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് പത്രമൊക്കെ എഴുതി മൃഗസ്നേഹത്തെ പറ്റി വാദോരാതെ എഴുതാൻ സൗകര്യമാണ്. പക്ഷേ മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ സന്ധിയില്ലാതെ സമയം ചെയ്ത് അധ്വാനിക്കുന്ന കർഷകന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കണമെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ട് നോക്കണം. ഒരു ദിവസം അവർ പോയി താമസിക്കണം. രാത്രികാലങ്ങളിൽ ടോർച്ചടിച്ച് നോക്കി, രാത്രികാലങ്ങളിൽ പന്തം ധരിച്ചു നോക്കി, കാട്ടാന കടന്നുണ്ടോ എന്ന് നോക്കി, ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ച് നാളെ രാവിലെ എഴുന്നേൽക്കാൻ മനുഷ്യരുണ്ടാകുമോ എന്ന് ആഗ്രഹപ്പെട്ട് ജീവിക്കുന്നവന് ഇവന്റെ കാവെത്തുന്ന മൃഗസ്നേഹം മനസ്സിലാവുന്ന സാർ ഒരു സംശയം വേണ്ട. അരിക്കൊമ്പൻ എന്തൊക്കെയായിരുന്നു? ചിരിവന്നു. അരിക്കൊമ്പന്റെ വാർത്തകൾ സൂക്ഷിക്കുകയും പത്രം തുറന്നാൽ, TV തുറന്നാൽ അരിക്കൊമ്പന്റെ വിശേഷങ്ങളാണ്. ഓരോരുത്തർ കരയുകയാണ്. സ്വന്തം അപ്പൻ മരിച്ചിട്ട് കരയാത്ത ഒരു അരിക്കൊമ്പനെ ഫോറസ്റ്റ് അരിപ്പിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം. സ്വന്തം അമ്മ മരിച്ചിട്ട് കരയാത്ത അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയി. ഒരാൾ കഥയെഴുതിയിരിക്കുകയാണ്. രസമാണ്. എന്താ രസം? ഇവിടെ കുഞ്ഞിന്റെ പുറത്ത് അരിക്കൊമ്പനെ കിടക്കുന്ന ഫോട്ടോഗ്രാഫിക്സ് ആണ്. ഈ കുഞ്ഞിലാണ് അരിക്കൊമ്പന്റെ അമ്മ അന്തി ഉറങ്ങിയത്. ഈ അമ്മയെ കാണാൻ അരിക്കൊമ്പൻ എല്ലാ വർഷവും അവിടെ കടന്നു വരും.
ഒരു കവിത ഒരാൾ ഫേസ്ബുക്കിൽ അരിക്കൊമ്പൻ അമ്മയെ കാണാൻ കടന്നു വരും. ഈ ഭ്രാന്ത് പിടിച്ച ആന ആ വീഡിയോ ആരും എടുക്കില്ലല്ലോ, പത്രമാധ്യമങ്ങളും ആ വീഡിയോ എടുക്കില്ലല്ലോ. ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഭ്രാന്ത് പിടിച്ച ആന പാവപ്പെട്ട മനുഷ്യന്റെ വീഡിയോ എടുക്കുന്നു. പാവപ്പെട്ട മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഫലമായ കടയും അവന്റെ സാധന സാമഗ്രികളും തല്ലിപ്പറിച്ച് എടുത്തെറിയുന്നതും ഈ നാട്ടിലെ മാധ്യമങ്ങൾ കാണിക്കത്തില്ല. അരിക്കൊമ്പന്റെ കാമുകി സുഹൃത്ത് ചക്കരക്കൊമ്പൻ. അരിക്കൊമ്പൻ ആന ചക്ക വീഴുന്നുകൊണ്ടുപോയി ഒരു കൊമ്പനെ കൊടുത്തു. അപ്പൊ കൊമ്പൻ സ്വീകരിച്ചു ചക്കക്കൊമ്പൻ. പിന്നെ കണ്ണിൽ കൊമ്പി എന്തൊക്കെയാ ഇവിടെ മനുഷ്യൻ ചത്തുവിട്ടുപോയ ആരെങ്കിലും പറയുന്നില്ല. സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ അരിക്കൊമ്പന്റെ ഫോട്ടോ വെച്ച് മന്ത്രിമാർ പറയേണ്ടി വന്നില്ലേ രണ്ടുപേർ ആക്രമിക്കുന്നു. ഞങ്ങളുടെ നയം ആം ആദ്മി പാർട്ടിയുടെ നയം എന്ന് പറയുന്നത് മനുഷ്യനാണ് പ്രാധാന്യം, ഒരു സംശയമില്ല. കർഷകനാണ് പ്രാധാന്യം, കുടിയേറി അവിടെ ജീവിക്കുന്നവനാണ് പ്രാധാന്യം. അവനല്ല ഈ ഭൂമി നശിപ്പിക്കുന്നത്. ഈ ഭൂമിയെ സന്തുലിതാർത്ഥം നശിപ്പിക്കുന്നത് പാവപ്പെട്ട കർഷകനല്ല സാർ. അവൻ മണ്ണിനോട് പടവള്ളി, അവൻ മക്കളെ വളർത്തി ഉപജീവനത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യരാണ്. അവരല്ല നാട് വേണ്ടത്. ഇതൊക്കെ രസകരമായ സംഭവം. അതായത് ഈ വന്യമൃഗ ശല്യം ഉണ്ടായപ്പോൾ പുതിയ ഒരു സംവിധാനം കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു കടുവയുടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു വനമേഖലയിൽ 20 സ്ക്വയർ കിലോമീറ്റർ. ഒരു കടുവയ്ക്ക് അത്രയും സ്ഥലം വേണമെന്നാണ് പറയുന്നത്. നമ്മുടെ ടെക്നിക്കൊക്കെ വെച്ചിട്ട് ഒരു കടുവയുടെ സ്ഥലം ഒരു വനത്തിൽ 20 സ്ക്വയർ കിലോമീറ്റർ ആണ്. 20 സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ 20 സ്ക്വയർ കിലോമീറ്റർ ആയത് എന്താ സംഭവം? ആ കടുവ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പൊ കടുവ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോ കടുവയുടെ എണ്ണം കുറയ്ക്കാനുള്ള തന്ത്രം ഈ സ്ക്വയർ കിലോമീറ്റർ കുറച്ചു. സത്യം. ഇപ്പൊ ഒരു കടുവയുടെ സ്ക്വയർ കിലോമീറ്റർ 5 കിലോമീറ്റർ. അതായത് കടുവ നോക്കിയല്ല നടക്കുന്നത്. 20 ആണോ 5 ആണോ നോക്കിയാൽ കടുവ 20 സ്ക്വയർ മീറ്റർ ആണ് സാർ. ആ 20 സ്ക്വയർ കിലോമീറ്റർ ആണ് കടുവ കറക്റ്റ് വട്ടം വരച്ചത്. ശശീന്ദ്രനും പിണറായി വട്ടം വരച്ചത്. അതിലൂടെയാണ് കടുവ പോകുന്നത്. 20 സ്ക്വയർ മീറ്ററിലാണ് പോകുന്നത്. അപ്പൊ കടുവ എണ്ണം കൂടിയപ്പോഴത്തേക്ക് കൂടി ബുദ്ധിയുള്ള IAS-കാരാണല്ലോ. ഇവർ കൂടിയിട്ട് പുതിയ കാര്യം തീരുമാനിച്ചു 20 വേണ്ട 5 മതി. ഇപ്പൊ കടുവ 5 ഇങ്ങനെ നമ്മൾ കണ്ടതല്ലേ കാട്ടുപന്നിയെ കർഷകർ ജീവിക്കുന്ന സ്ഥലത്ത് ലോറിയിൽ കൊണ്ടുവന്നാൽ വിടുക. എന്തിനാ ചെയ്യുന്നത്? ഈ കടുവയും പുലിയൊക്കെ എന്തിനാ കൊണ്ട് വിടുന്നത്? മനുഷ്യരങ്ങി പോകണം, വിട്ടുപോകണം. അജീഷിന്റെ അപ്പൻ കുഞ്ഞു അദ്ദേഹം പറഞ്ഞു സ്വയം ചെയ്യുന്നത് ഞങ്ങളെ ഒന്ന് കുടിയൊലിപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടുന്ന് പോകണം, ഭൂമി വിട്ടുപോകണം. ഈ ഭൂമി ഈ മാഫിയക്ക് എഴുതിയെടുക്കണം. ഇവന്മാരുടെ മാഫിയ സംഘത്തിൽ ഈ ഭൂമി പറിച്ചെടുക്കണം. ഇവന്റെയൊക്കെ ബിനാമികളും ഇവന്റെയൊക്കെ പണം വരുന്നവരും ഇവന്റെ ദേശാടന്മാരുമാണ് ഈ റിസർവ് ഭരിച്ചവരുടെ മാഫിയ ജീവിക്കുന്നത്. അവരിതൊക്കെ ചെയ്യുന്നില്ലേ? അവരെ ആക്രമിക്കുന്നില്ലല്ലോ. ആക്രമിക്കുന്ന മൊത്തം പാവപ്പെട്ട മനുഷ്യരെയല്ലേ? ഞാൻ പറയുന്നത് ഇത് കേന്ദ്രമോ? ഇവിടെ പലരും പറയുന്ന CPM പറയുന്ന ചർച്ചയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ മൊത്തം BJP ചെയ്യും. BJP MP കഴിഞ്ഞ മന്ത്രി പറഞ്ഞു വെടിവെച്ചു കേട്ടില്ലേ? BJP MP പറയുന്ന ഒരു പ്രശ്നം വെടിവെച്ചോ? വെടിവെച്ചാണ് അകത്തു. ഈ ഞാൻ വാർത്തകൾ അത് ആയൂരിൽ ഒരു ആയുർവേദ ഡോക്ടർ രാത്രി വണ്ടി ഓടിച്ചോണ്ട് പോവുക. വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ പാവപ്പെട്ട വണ്ടി പോയത് മുള്ളം തന്നെ ഇടിച്ചു. പാവപ്പെട്ടവൻ മുള്ളം തന്നെ എത്തുന്ന ഒരു കൊതിയുണ്ട്. അതുകൊണ്ട് അയാൾ ആ മുള്ളം തന്നെ എടുത്തു കാറിനകത്ത് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു. ആരോ ഒറ്റി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യർ. ആരും അറിയത്തില്ലായിരുന്നു. ആരോ ഒറ്റിയതുകൊണ്ട് പിറ്റേ ദിവസം ആരെ ഫോറസ്റ്റുകാർ വന്ന് ഇയാളെ നോക്കി തെളിവെടുക്കുന്ന അദ്ദേഹം അപ്പിയിടാൻ അപ്പി പരിശോധിച്ചു. കഴിച്ചിട്ടുണ്ടോ അറിയാം. അവസാനം ഇദ്ദേഹത്തിന്റെ വണ്ടിയടക്കം ബൊലേറോ കാറടക്കം ഇത് പാചകം ചെയ്ത പാത്രങ്ങളടക്കം ഈ മനുഷ്യൻ റിമാൻഡിലായിട്ട് 17 ദിവസമായി. ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടായി. ഞാൻ കണ്ടിട്ട് മാധ്യമങ്ങളുടെ വാർത്ത. ഒരു പാമ്പ് റോഡിലൂടെ ചതഞ്ഞിറങ്ങി പോയി. ഊർജ്ജപ്പാമ്പ് റോഡിൽ. അയ്യോ വികസനങ്ങളെല്ലാവരും പാമ്പിനെ കാലുകൊടിച്ചെടുത്ത് പാല് കൊടുത്ത് കൊണ്ടുപോയി ടേബിളിൽ കിടത്തി തുന്നിക്കെട്ടി അതിന്റെ വാർത്തയാണ്. മാധ്യമത്തിന്റെ വലിയ വാർത്തയാണ്. ജനങ്ങളെ ഉദ്ദീപിപ്പിക്കുകയാണ്. മൃഗങ്ങളെ സ്നേഹിക്കുക. അപ്പൊ മൂർഖയെ തല്ലിക്കൊണ്ട് അവരകക്കാം, കുറെ പിടിച്ചാകക്കാം, ഉള്ളം തമ്മിലെ തട്ടിയടകക്കാം, ആനയെ തൊട്ടാൽ അകക്കാം. പക്ഷെ മനുഷ്യനെ ചവിട്ടിക്കൊന്നാൽ, മനുഷ്യനെ വെട്ടിക്കൊന്നാൽ, 51 വെട്ടി മനുഷ്യനെ കൊന്നിട്ട് ആ കേസ് തെളിയിക്കാൻ CBI വേണമെന്ന് പറഞ്ഞു. ആ CBI എതിർക്കാൻ 1,000 കോടി രൂപ നമ്മുടെ കഥകാരൻ എടുത്തുകൊണ്ട് സർക്കാർ ആലോചിച്ച് നോക്കി. ഇതാണ് സംവിധാനം. ഞാൻ പറയുന്നു ഇത് കേന്ദ്ര നിയമമാണ്. ശരിയാണ്, കേന്ദ്ര നിയമമാണ്, നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒന്നുണ്ട്. എന്താണെന്ന് കേരളത്തിൽ നിയമസഭയിൽ ഈ വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഇടത് സർക്കാരും വലതു സർക്കാരും ചേർന്ന് പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു പ്രമേയം? വന്യജീവികളെ, മനുഷ്യരെ നശിപ്പിക്കുന്ന വന്യജീവികളെ ഉന്മൂലനം ചെയ്യണം പ്രമേയം. എന്ന് പിണറായി വിജയൻ
എന്റെ വി ഡി സതീശ, ഈ പ്രമേയം നിങ്ങൾക്ക് പാസ്സാക്കാൻ ഇത്ര മനുഷ്യൻ എടുക്കേണ്ടി വന്നു, ഈ പ്രമേയം പാസ്സാക്കാൻ ഇത്ര കാലം എടുക്കേണ്ടി വന്നു, ഇതാണ് ചോദ്യം. പക്ഷേ നിങ്ങളുടെ ടിയും ഡിയും അലവൻസും കൂട്ടാൻ ആര് വഴിയുന്നതിന്റെ പ്രമേയം പാസ്സാക്കുന്നത്? പക്ഷെ ഇവർക്ക് ജനങ്ങളെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള പ്രമേയം പാസ്സാക്കാൻ ഒരു അഡീഷന് അവന്റെ ജീവൻ ബലികേണ്ടി വന്നു, ഒരു പോളിന് അവന്റെ കുഞ്ഞുങ്ങളെ അവാർഡാക്കേണ്ടി വന്നു. ശരിയല്ലേ? ഇവിടെ എത്ര ഗംഭീരമായി എത്ര മനോഹരമായി പ്രമേയം ചെയ്യാം. ആക്സിഡന്റിൽ മരിക്കുന്നില്ലേ? ആക്സിഡന്റിൽ മരിക്കുന്നവർക്ക് NACT എന്ന് പറയുന്ന കോമ്പൻസേഷൻ സംവിധാനമില്ലേ? പുതിയ നിയമമല്ലേ? കേന്ദ്ര നിയമമാണെങ്കിൽ കേരളത്തിൽ പ്രത്യേക നിയമ സംസ്ഥാനത്ത് പരിരക്ഷയുണ്ടല്ലോ, കൊടുക്കണം സാർ. നിയമസഭ നിയമം പാസ്സാക്കിയിട്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്നവർക്ക്, പരിക്കേൽക്കുന്നവർക്ക്, വന്യ ആക്സിഡന്റിൽ പരിക്കേൽക്കുന്നവരെ പണം കൊടുക്കാതെ നിയമം കേരളത്തിൽ നിയമസഭ പാസ്സാക്കാൻ വേണം. ഇത് ഇലക്ട്രിസിറ്റി ലൈൻ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ ഇലക്ട്രിസിറ്റി ലൈൻ നമുക്കറിയാം. നമ്മുടെ പ്രയോഗത്തിന്റെ മേലൂടെ ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കുമ്പോ ആ ലൈൻ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ പണം കൊടുക്കാറുണ്ട്, നഷ്ടപരിഹാരം കൊടുക്കാറുണ്ട്. അത്തരത്തിൽ നിയമങ്ങൾ കേരള സർക്കാർ ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആറുളം സ്വാമി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചവിട്ടിക്കുന്നത് 17 മനുഷ്യരെ, കണ്ണൂരിൽ ആറാളം സ്വാമി 17 മനുഷ്യരെ 10 വർഷത്തിനകത്ത് ആട്ടാണ് ചവിട്ടിക്കുന്നു. നാളുവരെ ഒറ്റ പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ പേരവയിൽ മറയൂരിൽ ഈയിടയ്ക്ക് നിയമസഭയിൽ വനമന്ത്രിയോട് ചോദിച്ചു, സാർ കർഷകരുടെ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട് എത്ര പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്? അവിടെ ഇതാണ് മറയൂരിൽ രജനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ മകളുടെ മുമ്പിൽ ആന ചവിട്ടിക്കുന്നു. മറയൂരിൽ രജനി നിയമസഭയിൽ മന്ത്രി പറഞ്ഞതാ. അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആ സ്പോട്ടിൽ പറഞ്ഞു, പക്ഷെ കൊടുത്തില്ല. അവസാനം ഈ രജനിയുടെ മകളും ഭർത്താവും മന്ത്രിയുടെ മേഖലയിൽ ഉദ്യോഗസ്ഥരെ കണ്ട് ചോദിച്ചു, സാർ എന്റെ ഭാര്യയെ ആൾ ചവിട്ടിക്കൊന്നിട്ട് അതിന്റെ നഷ്ടപരിഹാരം ഇവിടെ. അപ്പൊ കൊടുത്ത മറുപടിയാണ് ബഹുക്ഷേമം. ഈ രജനിക്ക് 10 വർഷം മുമ്പ്, കൃത്യം 10 വർഷം മുമ്പ് ചന്ദനം മോഷ്ടിച്ചതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടു പോയി. അതുകൊണ്ട് പൈസ തരാൻ വിവാഹമില്ല. ഇവിടെ പ്രതികൾക്ക് പൈസ കൊടുക്കുന്നില്ലേ? ഇവിടെ പ്രതികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ജയിലിൽ മൊബൈൽ ഫോൺ കൊടുത്ത് ആ മൊബൈൽ ഫോണിൽ പ്രിയപ്പെട്ടവരെ വിളിക്കുന്നു. അങ്ങനെയുള്ള രാജ്യത്ത്, അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ കാട്ടാളുകൾ ചവിട്ടിക്കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ മകൾക്കും അവരുടെ ഭർത്താവിനും നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ പദ്ധതിയായി 5 ലക്ഷം രൂപ അവിടെ വെച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം അത് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, 10 കൊല്ലം മുമ്പ് കാട്ടിൽ വിരോധം പോയപ്പോ ഒരു ചന്ദനത്തിന്റെ പീസ് എടുത്തുകൊണ്ട് പോയി അതിനാണ് പ്രതിയാക്കപ്പെട്ടു. അതുകൊണ്ട് പൈസ കൊടുക്കാൻ കഴിയില്ല. കൊടുക്കണ്ടേ? പണം കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ കർഷകരെ, കൃഷിക്കാരെ നശിപ്പിക്കുന്ന സാഹചര്യം. യാത്രകൾ നമ്മൾ കണ്ടതല്ല. യാത്രകളെ പറ്റി നവകേരള യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര കേരളം വിട്ടാതെ എന്തായാലും യാത്ര തുടങ്ങിയപ്പോ നമ്മളിപ്പോ കേരളത്തിൽ അങ്ങോളം യാത്ര നടത്തുന്നുണ്ട്. നവകേരള യാത്ര എന്തായിരുന്നു? മുഖ്യമന്ത്രി ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഈ യാത്ര എന്ന് പറയുന്നത് ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഇത് ജനങ്ങളുടെ പരാതി പരിഹരിക്കാനുള്ള യാത്രയാണ്. ജനങ്ങൾ മന്ത്രിമാരെ കാണാൻ, മുഖ്യമന്ത്രിയെ കാണാൻ, ഉദ്യോഗസ്ഥരെ കാണാൻ സെക്രട്ടേറിയറ്റിലേക്ക് വരണ്ട, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. 1.5 കോടി രൂപയുടെ ബസ് ഓൺ ദി സ്പോട്ടിൽ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച വാർത്തയാണ്. എന്താണ്? അതായത് SSLC പരീക്ഷ എഴുതിപ്പിക്കാൻ സർക്കാരിന് പണമില്ല. SSLC പരീക്ഷയ്ക്ക് പണമില്ല. സ്കൂളിന്റെ PTA ഫണ്ടിൽ നിന്ന് എഴുതി ചെയ്തോണം. അപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. നമ്മുടെ ഈ നാട്ടിലെ ചെറുപ്പക്കാര് കേരളം വിട്ട്, ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോകുന്നു. അപ്പൊ ഇത് കേരളത്തിലെ വീടുകൾ ഇങ്ങനെ അടച്ചു കിടക്കുകയാണ്. അപ്പം മന്ത്രിമാർക്ക് ആവശ്യപ്പെട്ടു, നാട്ടുകാർ എഴുതാൻ മന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെ കേരളം വിട്ട് ചെറുപ്പക്കാര് നാട്ടിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ ഒരു മഹത്തായ പദ്ധതിയുണ്ട്. എന്താണ് പദ്ധതി? ചെറുപ്പക്കാർ നാടിട്ട് പോകാൻ പാടില്ല, കേരളത്തിൽ നിൽക്കണം. അവരെ നിർത്താൻ ഞങ്ങളുടെ കയ്യിൽ മഹത്തരമായ പദ്ധതിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഈ എയർപോർട്ടിലൊക്കെ അന്ന് മെട്രോയിൽ ഇനി എയർപോർട്ടിലാണ് മനുഷ്യച്ചങ്ങനെ തീർത്തിട്ട് ഇവരെ അവിടെ പറഞ്ഞ് നിർത്തിയിട്ട് പോകാൻ പാടില്ല. കാരണം ജീവിതം നാട്ടിൽ ഗെയിമുട്ടിയതിനു ശേഷം മനുഷ്യർ എവിടെയെങ്കിലും പോയി, എവിടെയെങ്കിലും പ്രവാസിയാ, അത് ഗൾഫിലാവട്ടെ യൂറോപ്പിലാവട്ടെ, എവിടെയെങ്കിലും പോയി ജീവിക്കണം.
അതിനുവേണ്ടി ചെറുപ്പക്കാർ പോകുമ്പോൾ പറയാൻ അവരെ ഇങ്ങോട്ട് വിടില്ല. അത് ഇടാതിരിക്കാനുള്ള മഹത്തരമായ പദ്ധതി പിണറായിയുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അന്ന് മനസ്സിലാക്കുന്നതിന് എയർപോർട്ടിൽ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല ആരും കയറി പോകാൻ പാടില്ല, ഇവിടെ നിന്നോണം. പക്ഷെ അയാൾ ഇന്നലെ എനിക്ക് മനസ്സിലായി, SSLC പരീക്ഷയ്ക്ക് പണമില്ല. എടാ, പരീക്ഷ പാസ്സായാലേ ഇത് ഗൾഫിക്കാൻ പറ്റൂ. പരീക്ഷ എഴുതിപ്പിക്കുന്നില്ല, പണം കൊടുക്കുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല. പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ പാസ്സാകത്തില്ല, പാസ്സായാലല്ലേ ഗൾഫിക്കാൻ പറ്റും. പുതിയ പദ്ധതിയാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുന്നില്ല, പരീക്ഷയിൽ പൈസ കൊടുക്കുന്നില്ല. പരീക്ഷ രക്ഷപ്പെടുന്നു കാണണമല്ലോ, പരീക്ഷ രക്ഷപ്പെടും. പക്ഷെ പരീക്ഷയെ രക്ഷപ്പെടാം ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ് മാർഗം? പറശരൻ എന്താ മാർഗം? പെൻഷൻ. പരീക്ഷയെ രക്ഷപ്പെടാം, പെൻഷൻ പണം കൊണ്ട് രക്ഷപ്പെടാം. സത്യത്തിൽ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഈ പെൻഷൻ പണം കൊണ്ട് IT കമ്പനി വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്നത് സത്യത്തിൽ നാട്ടുകാർക്ക് തൊഴിൽ കൊടുക്കണ്ട, പെൻഷൻ കൊടുത്താൽ മതി. അത് കൊടുത്താൽ മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് വാങ്ങിച്ച് പിള്ളേർക്ക് പണിയെടുക്കാമല്ലോ, ആ പൈസ വാങ്ങിച്ച് പണിയെടുക്കാമല്ലോ. അപ്പൊ പെൻഷൻ ഇല്ല, 6 മാസമായിട്ട് പെൻഷൻ ഇല്ല. പക്ഷേ കമല ടീച്ചറുടെ പെൻഷൻ കൊണ്ട് വീണാ വിജയൻ കമ്പനി തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി. സത്യത്തിൽ പിണറായി ഊരി കേട്ടോ, പിണറായി ഊരി വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നമല്ല എന്ന് അവരോട് അമ്മയോടാ ചെയ്തെന്നാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി അല്ലെങ്കിൽ ജോലി കിട്ടും. ആർക്കാ ജോലി കിട്ടുന്നത്? അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് ഞാൻ പല വേദിയിൽ പറഞ്ഞതുപോലെ ഏത്തക്കൊലയുള്ള വാഴക്കൊലയുള്ള ചിന്താജനോട് ജോലി കിട്ടും. ശരിയല്ലേ? PhD എടുത്ത് സ്കോളർ ഡോക്ടർ ചിന്താജന എഴുതിയ പുസ്തകം വാഴക്കൊലയേതാ തേങ്ങാക്കൊലയേതാ ഏത്തക്കൊലയേതാണെന്നറിയാത്ത ചിന്താജന ഡോക്ടറേറ്റ്. അവസാനം വിവാദമായ പത്രക്കാർ ചോദിച്ചു, സാർ എഴുതിയ ആളുടെ പേരെന്താണ്? കൺഫ്യൂഷൻ. വയലോ പള്ളിയാണോ വയലോ പിള്ളിയാണോ? കൺഫ്യൂഷനായി. വയലോ പള്ളിയാണോ വയലോ പിള്ളിയാണോ? കൺഫ്യൂഷൻ. അത് എഴുതിയ ആൾക്കാർക്ക് ജോലിയാണ്. പാർട്ടിയെ കൊടിയിരിക്കാൻ, പാർട്ടിക്ക് വേണ്ടി എന്തും നേരിട്ട സംവിധാനം ചെയ്യാൻ ശ്രമിച്ചാൽ, അനുഭാവിയായ സഖാവിന്റെ ഭാര്യയായ, സഖാവിന്റെ സുഹൃത്തായ, സഖാവിന്റെ സഹോദരിയായ, നമ്മൾ കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ PSC ലിസ്റ്റിൽ നിന്ന് ജോലിക്കെടുക്കാൻ കഴിയുന്നില്ല. സാറേ, വയസ്സ് കഴിയാൻ 34 വയസ്സായി, റാങ്ക് ലിസ്റ്റ് ഒരുത്തരെ എടുക്കും. ആദ്യമൊക്കെ സ്വപ്നമുള്ള ജോലിയാണ് സാർ, കൊടുക്കില്ല. ഈയിടയ്ക്കല്ലേ വാർത്ത വായിച്ചത്? ആരോഗ്യ മന്ത്രാലയത്തിന്റെ പേരിൽ, ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ 17,333 ആരോഗ്യ മിഷന്റെ കീഴിൽ അപ്പോയിന്റ്മെന്റ് പറഞ്ഞു. ആ അപ്പോയിന്റ്മെന്റിനൊപ്പം അതിൽ നിന്ന് ഒറ്റ ഒരാൾ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വരുന്നത്. ആലോചിച്ച് നോക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ കേരളത്തിൽ 17,133 പേരെ എടുത്തപ്പോ അതിൽ ഒരൊറ്റ മനുഷ്യന് മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോലി കിട്ടിയത്. ചെറുപ്പക്കാരൊക്കെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കാലാകാലങ്ങളായി CPM-നോട് കുത്തിക്കൊടുത്തിരിക്കുക. ജോലി കിട്ടും. ജോലി കിട്ടില്ല സാർ, ജോലി കിട്ടുന്നില്ല. ഇവരുടെ മക്കൾക്ക് പഠിക്കുന്നവർക്ക് ജോലിയില്ല, അധ്വാനിക്കുന്നവർക്ക് ജോലിയില്ല. ജോലി കിട്ടണമെങ്കിൽ സഖാവാണ്, കൊടി പിടിക്കണം, ഗുണ്ടായിസം കാണിക്കണം, അക്രമിക്കണം, നയങ്ങൾ പറയുന്നവരെ സൈബർ ലോകത്ത് ചീത്ത വിളിക്കണം. ഇങ്ങനെയല്ലേ ജോലി കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സംവിധാനം. ഇനി കേന്ദ്രത്തിലേക്ക് പോയാലല്ല. ഞങ്ങളെ പറ്റി പലർക്കും പറയുന്ന ഒരു ഡയലോഗ് അതിവിടെ പറഞ്ഞേ പറ്റുള്ളൂ. എന്നാണ്? ആം ആദ്മിക്കാര് BJP-യുടെ B ടീമാണ്. ഞങ്ങൾക്കറിയാൻ പറയുന്ന നെറികെട്ട വാർത്തമാണ്. ആം ആദ്മി എന്ന് പറയുന്നത് BJP-യുടെ B ടീമാണ്. നെഞ്ചത്ത് കൈവച്ച് പറയാം, ഈ പ്രസ്ഥാനം പിറന്നത് 12 വർഷം. കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസിന്റെ ഒരു ധവളപത്രം, ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്. ആ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ്, നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ 401 നേതാക്കന്മാരെ, MP-മാരെ MLA-മാരെ BJP-ക്കാർ അടിച്ചോണ്ടുപോയി. ഞങ്ങളുടെ 401 നേതാക്കന്മാരെ BJP-ക്കാർ അടിച്ചോണ്ടുപോയി. കരയുകയാണ് ജനങ്ങളോട്. കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്. ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്ന് 12 വർഷമായി. ഒരൊറ്റ മനുഷ്യനും ഈ പാർട്ടി വിട്ട് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് കൂടാരത്തിന്റെ അകത്തത്തിലേക്ക് പോയിട്ടില്ല എന്ന് നെഞ്ചത്തിലേക്ക് പറയുന്നത് പാർട്ടി BJP. പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. BJP അകത്തത്തിലേക്ക് പോകാത്ത പാർട്ടി. ഓഫറുകൾ വന്നു. ഞങ്ങളെ പറ്റി പറയുന്ന ആക്ഷേപം ഞങ്ങൾ BJP-യുടെ B ടീമാണെന്നാണല്ലോ. എടാ, ഗുജറാത്തിൽ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന ഗുജറാത്തിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുന്ന കോൺഗ്രസിനെ പറ്റി കുറ്റം അധികം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പറഞ്ഞു പോകണ്ടേ? ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുമ്പോ അന്ന് കന്യാകുമാരിയിൽ നിന്ന്
മതേതരത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധി യാത്ര നടത്തി, ജോഡോ യാത്ര. ആ ജോഡോ യാത്ര നടത്തി തുടങ്ങിയപ്പോ അന്ന് ഗുജറാത്തിന്റെ ഇലക്ഷന്. ഗുജറാത്തിൽ ആരുടെ ഗുജറാത്ത്? ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ ഗുജറാത്ത്, മഹാത്മാഗാന്ധിക്ക് ജന്മം കൊടുത്ത ഗുജറാത്ത്, സർദാർ പട്ടേലിനെ നിർമ്മിച്ചെടുത്ത ഗുജറാത്ത്, ദാദാഭായി നവറോജിക്ക് ജന്മം കൊടുത്ത ഗുജറാത്ത്. ആ ഗുജറാത്തിൽ കഴിഞ്ഞ 27 വർഷമായി കോൺഗ്രസ് പാർട്ടിക്ക് MLA ഇല്ല. കോൺഗ്രസ് പാർട്ടിക്ക് MLA ഇല്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഗുജറാത്ത് അതല്ല. ഗാന്ധിയുടെ ഗുജറാത്ത് അല്ല, ദാദാഭായി നവറോജിയുടെ ഗുജറാത്ത് അല്ല, സർദാർ പട്ടേലിന്റെ ഗുജറാത്ത് അല്ല. ഞാൻ പറയുന്നത് ഗുജറാത്ത് ബിൽക്കീസ് ബാനുവിന്റെ ഗുജറാത്ത്. പറയണ്ടേ ആരാ ബിൽക്കീസ് ബാനു? 2002 ഗുജറാത്തിൽ അരങ്ങേറിയ കൂട്ടക്കൊലയിൽ, വലിയ കലാപത്തിൽ 5 മാസം ഗർഭിണിയായിരുന്ന സ്ത്രീ, 3 വയസ്സുകാരി മകളെയും 5 മാസം ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞിനെയും പ്രായമുള്ള അമ്മയും സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം വംശത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദിയും അമിത്ഷായും കച്ചിലെത്തി ഇറങ്ങിയപ്പോ ആ മണ്ണിൽ നിന്ന് പാലായനം ചെയ്ത സ്ത്രീയാണ് ബിൽക്കീസ് ബാനു. അവൾ അവിടെ നിന്ന് 800 കിലോമീറ്റർ ഓടി, ഗുജറാത്തിന്റെ 800 കിലോമീറ്റർ ഓടി ചതക്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ 30ഓളം വരുന്ന ആയുധധാരികൾ അവിടെ കടന്നു ചെന്ന് അവളെയും അവളുടെ അമ്മയും സഹോദരിമാരെയും കൂട്ടബലാത്സംഗം ചെയ്തു. അവളുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു. അവളുടെ ഗർഭത്തിലുണ്ടായ കുഞ്ഞ് ഇന്ന് ജീവനാണ്. ബലാത്സംഗം, കൂട്ടബലാത്സംഗം. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. ഗുജറാത്തിന്റെ പോലീസ് കേസെടുത്തില്ല. അവസാനം അവർക്ക് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി, അതിനുശേഷം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കേസെടുത്തിട്ട് പറഞ്ഞു, ഈ കേസിന്റെ വിചാരണ അഹമ്മദാബാദിൽ വേണ്ട, ഈ കേസിന്റെ വിചാരണ അഹമ്മദാബാദിൽ വേണ്ട, ഇത് ബോംബെയിൽ നടത്താൻ. കാരണം അഹമ്മദാബാദിൽ ഈ കേസിന്റെ വിചാരണ നടന്നാൽ ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല. അങ്ങനെ ബോംബെയിൽ കേസിന് വിചാരണ ചെയ്തു, പ്രതികളെ ശിക്ഷിച്ചു. 13 പ്രതികളിൽ 11 പേർ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ 2004 ജീവപര്യന്തം തടവ് ശിക്ഷിച്ച പ്രതികളെ ഗുജറാത്ത് കോടതി ശിക്ഷ ഇളവ് കൊടുത്ത് വിട്ടയച്ചു. ബിൽക്കീസ് ബാനു വീട്ടിൽ പോയി. അവിടെ നിർത്തിയില്ല പോരാട്ടം. മതേതര ഭാരതത്തിന്റെ മൂർത്തിമ ചിഹ്നമായി നിൽക്കുന്ന ബിൽക്കീസ് ബാനു ആ പോരാട്ടം നിർത്താതെ വീണ്ടും സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞു, സർ, എന്നെ നശിപ്പിച്ച, എന്റെ കുഞ്ഞിനെ കൊന്ന, എന്റെ മാതാവിനെയും സഹോദരിമാരെയും കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു നശിപ്പിച്ച നരാധമന്മാർ ഗുജറാത്തിന്റെ മണ്ണിൽ ഇറങ്ങി നടക്കുന്നു. എനിക്ക് കഴിയില്ല സാർ എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു പ്രതികളോട് കീഴടങ്ങാൻ. ഗുജറാത്ത് ഹൈക്കോടതിയോട് പറഞ്ഞു, ഈ പണി ഇവിടെ കാണിക്കരുത്, ഈ പണി കാണിക്കരുത്. തിരിച്ചകത്ത് കൊണ്ടുപോയി. ഇപ്പൊ പ്രതികളകത്ത. ഞാൻ പറഞ്ഞു വരുന്നത് ഗാന്ധിയുടെ, ദാദാഭായി നവറോജിയുടെ, സർദാർ പട്ടേലിന്റെ ഗുജറാത്ത് അല്ല, ബിൽക്കീസ് ബാനുവിന്റെ ഗുജറാത്ത്. ആ ഗുജറാത്ത് ഇലക്ഷൻ നടക്കുമ്പോ ഭാരത് ജോഡോ യാത്രക്കാർ അന്ന് കന്യാകുമാരിയിൽ തുടങ്ങി. ആ യാത്ര തുടങ്ങിയ സമയത്ത് നമ്മൾ ചോദിച്ചു, മിസ്റ്റർ രാഹുൽ ഗാന്ധി, പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, നിങ്ങൾ ഗുജറാത്തിൽ മണ്ണിലേക്ക് പോകുന്നില്ലേ? അവിടെയല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്ന നിങ്ങളുടെ നേർക്ക് നേരിൽ നിന്ന് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്ന ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ മൂലമായ നരേന്ദ്രമോദി നിൽക്കുന്നത്? അവിടേക്ക് പോകുന്നില്ലേ ചോദിച്ചപ്പോൾ കോൺഗ്രസുകാർ പറഞ്ഞത്, ഞങ്ങൾ പോകുന്നില്ല. കാരണം ഞങ്ങളുടെ യാത്ര രാഷ്ട്രീയ യാത്രയല്ല, അവിടേക്ക് പോയതാരാ? അവിടേക്ക് പോയത് ജോയി സാറേ, എന്നെയും സാറിനെയും പോലെ വലിയ പത്രാസൊന്നും ഇല്ലാത്ത, 58 ഇഞ്ചിന്റെ നെഞ്ചമില്ലാത്ത, ഊരിപ്പിടിച്ച വായുകരയിലൂടെ നടക്കാത്ത, ആക്രമിക്കാൻ വന്ന് മഷി എറിഞ്ഞവനെ, മുഖത്തേക്ക് മഷി എറിഞ്ഞവനെ ചേർത്ത് പിടിച്ചിട്ട്, നീ എന്തിനാണ് ചെറുപ്പക്കാരാ എന്റെ മുഖത്തേക്ക് മഷി എറിഞ്ഞു വെച്ചപ്പോ നിങ്ങളുടെ നയം എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ മനുഷ്യനെ ചേർത്ത് നിർത്തി അവരോട് സംസാരിച്ച, കാലിലെ ചെരുപ്പ് തേങ്ങികൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഷൂസ് വാങ്ങിക്കണം ശ്രീ കേജ്രിവാൾ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തപ്പോ ആ പൈസ പറ്റി അതിനുശേഷം നല്ലൊരു ഷൂസ് വാങ്ങിച്ചിട്ട, പോക്കറ്റിൽ ഒരു റെയിൽവേ മാത്രം കുത്തി, എപ്പോഴും ഒരു നീല ഷർട്ട് പൊട്ടിയിട്ട് ഇവിടെ പറഞ്ഞതുപോലെ വലിയ പളപള കുപ്പായത്തിൽ നിന്നും രാഷ്ട്രീയ അന്തർനാടുകളെ കിളറി എന്റെ നാടിനെ സംരക്ഷിക്കണം, എന്റെ നാടിനെ അടിമയെ കുറച്ചു നീക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിറങ്ങിയ ചെറുപ്പക്കാരനായ മനുഷ്യൻ അരവിന്ദ് കെജ്രിവാൾ. ഈ മനുഷ്യൻ പോയി ഗുജറാത്തിൽ
51 യാത്രകൾ ശ്വാസം വിടാതെ നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്തിൽ 2 മാസം തമ്പടിച്ചു. അറിയാമോ? 2 മാസം ഗുജറാത്തിൽ തമ്പടിച്ചു. എന്തിനാ തമ്പടിച്ചത്? കേജ്രിവാൾ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് മനസ്സിലാക്കി ഗുജറാത്തിന്റെ മണ്ണിൽ 51 യാത്രകൾ നടത്തിയപ്പോ അവിടെ കടന്നത് 52 യാത്രകൾ നടത്തി. 51 യാത്രകൾ നടത്തി നരേന്ദ്രമോദിയും അമിത്ഷായും വെളിവായി പ്രസംഗിച്ചപ്പോ അവിടെ ചെന്ന് 52 യാത്രകൾ നടത്തി നരേന്ദ്രമോദിയുടെ ഉള്ളിമറയിൽ നേരിട്ട് ചെന്ന് വെല്ലുവിളിച്ച് ഒറ്റ മനുഷ്യനെ ചെയ്തത് അതായത് കേജ്രിവാളാണ്. എന്നിട്ട് പറയുക ഞങ്ങൾ BJPയുടെ ബി ടീമാണ്. 2018 ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കേസ് അല്ലേ? ശരിയല്ലേ? ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അധികാരത്തിൽ വന്നപ്പോ MLA-മാർക്ക് മന്ത്രിമാരുടെ ചുമതല നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ആരോപിച്ചുകൊണ്ട് ഡൽഹി കേസ് 21 MLA-മാരെ അയോഗ്യരാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ പോയി കേസ് നടത്തി. ആ കേസിൽ ജയിച്ച ഏക പാർട്ടി ആം ആദ്മി പാർട്ടി. സംശയമുണ്ടോ? ഛത്തീസ്ഗഡിൽ ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടില്ല ഒരു ദിവസം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പതിറ്റാണ്ട് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചു. ഒരു പതിറ്റാണ്ട് പരിശോധിച്ചു. ഈ ഒരു പതിറ്റാണ്ടിൽ BJP കിട്ടുന്ന സ്ഥലത്തെല്ലാം ആക്രമിച്ച് തോൽപ്പിച്ച ഒരേ ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയെ. സംശയമാക്കില്ല. ചണ്ഡീഗഡിൽ ആം ആദ്മിയുടെ മേയർ വരാൻ പാടില്ല. ഇവിടെ സൂചിപ്പിച്ചു വിഷയം. ആം ആദ്മിയുടെ മേയർ വരാൻ പാടില്ല. അതിനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന കള്ളൻ അയാൾ ചെയ്തത് 8 വോട്ട് മാറ്റിയപ്പോ കുൽദീപ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, BA എക്കണോമിക്സിൽ വിരുദ്ധമുള്ള ഒരു മനുഷ്യൻ, BA എക്കണോമിക്സിൽ വിരുദ്ധമുള്ള മനുഷ്യൻ ചെയ്ത ജോലി അത് പറയാം. ആ മനുഷ്യൻ കരഞ്ഞു വന്നു. ചണ്ഡീഗഡിലെ മേയറാവാൻ വേണ്ടി എല്ലാ യോഗ്യതയുണ്ടായിരുന്ന കുൽദീപ് കുമാർ കരഞ്ഞുകൊണ്ട് അവിടെ വിട്ടുപോയി. പാർട്ടി വിട്ടുകൊടുത്തോ? ഇല്ല. സുപ്രീം കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഇന്ത്യൻ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡ് പബ്ലിക്കായിട്ട് പറഞ്ഞു, ഈ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസറെ പരസ്യമായി വിചാരണ ചെയ്യണം. അയാൾ കാണിക്കുന്ന തെമ്മാടിത്തരമാണെന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ന്യായവാദികൾ പറയേണ്ടി വന്നു. കേസ് വിളിച്ചു. അമാതി കോടതി പോയി. വിധികൾക്കൊന്നും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കാത്തുന്നില്ല. ഓറൽ സബ്മിഷൻ പറഞ്ഞു പുതിയ ഇലക്ഷനൊന്നുമില്ല. കാരണം നിങ്ങൾ അസാധുവാക്കി മാറ്റി വെച്ചേക്കാമെന്ന് പറയുന്നത് ആ ജനാധിപത്യത്തെ തകർക്കാൻ നിങ്ങൾ കാണിച്ച, ജനാധിപത്യത്തെ ഇല്ലാതെ ചെയ്യാൻ നിങ്ങൾ കാണിച്ച, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുച്ചൂട് മുടിക്കാൻ നിങ്ങൾ കാണിച്ച തന്ത്രം എന്റെ വിലപ്പോവില്ല എന്ന് പറഞ്ഞ് കുൽദീപ് കുമാറിനെ ഓൺ ദി സ്പോട്ടിൽ അവിടുത്തെ മേയറായി ഡിക്ലെയർ ചെയ്ത പരമോന്നത കോടതി ഇവിടെയില്ലേ. കുൽദീപ് കുമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ചണ്ഡീഗഡിലെ കോർപ്പറേഷനിലെ ജീവനക്കാരനാണ്, തൂപ്പ് ജീവനക്കാരനാണ്. ഒരു ഗ്രൂപ്പ് ജീവനക്കാരൻ മേയറായ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. ഒരു ഗ്രൂപ്പ് ജീവനക്കാരൻ അയാൾ പറഞ്ഞത്, ഞാൻ കോർപ്പറേഷന്റെ പരിസരങ്ങളിൽ എന്റെ കയ്യിൽ ചോര പിടിച്ചുകൊണ്ടാണ് കോർപ്പറേഷന്റെ പരിസരം വൃത്തിയാക്കിയതെങ്കിൽ മേയറായി ഈ രാഷ്ട്രീയ പരിസരം ഞാൻ വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ കുൽദീപ് കുമാറിന്റെ പാർട്ടി നേരിട്ട് ഈ പാർട്ടിയെ BJP സംവിധാനത്തെ ഞങ്ങൾ തോൽപ്പിച്ചില്ലേ? ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് സർവ്വ അധികാരം കൊടുത്തു. ഒരു അധികാരവും കേൾക്കുവാനില്ല. സർവ്വ സൈന്യാധിപരല്ല. കമാൻഡോസിന്റെ പുറകെ അവരുടെ ഇടയിൽ കയറി നിന്ന് വെല്ലുവിളിക്കുന്ന ഭീരുവുമല്ല ഈ മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യനെ പേടിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് എല്ലാ അധികാരവും കൊടുക്കുന്ന നിയമനിർമ്മാണം പാർലമെന്റിൽ പാസ്സാക്കാൻ ശ്രമിച്ചു. കോൺഗ്രസുകാരോട് കേജ്രിവാൾ പറഞ്ഞു, ഒന്ന് എതിർക്കണം, തോൽപ്പിക്കണം. ഇത് എനിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, ഇത് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കോൺഗ്രസ് കൈവക്കിയില്ല. കാരണം കൈവക്കിയാൽ കേജ്രിവാൾ ജയിച്ചു പോയാലോ, അതുകൊണ്ട് കൈവക്കിയില്ല. പ്രിയപ്പെട്ട കോൺഗ്രസുകാരെല്ലാം വെച്ചാൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. ഇന്ത്യ സഖ്യം കർണാടകയിൽ ആദ്യത്തെ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ കേജ്രിവാളിനെ വിളിച്ച് നിങ്ങൾക്കറിയാം, കേജ്രിവാൾ വന്നില്ലെങ്കിൽ മതേതര ഇന്ത്യ സഖ്യത്തിന് മുഖമില്ലാതാവുമെന്ന് രാഹുൽ ഗാന്ധിക്കറിയാം. കേജ്രിവാളിനെ വിളിച്ചില്ലായെങ്കിൽ മറ്റ് കക്ഷികൾ സ്റ്റാലിനടക്കം വരില്ല എന്ന് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുന ഖാർഗെക്കും KC വേണുഗോപാലും അറിയാൻ വിളിച്ചു. സാർ വരണം. അത് ഉമ്മൻചാണ്ടി മറ്റു സമയമാണ് കേരളത്തിൽ. സാർ വരണം. പറഞ്ഞു വരില്ല. ഞാൻ വരാം, പക്ഷെ ലോക്സഭയിൽ രാജ്യസഭയിൽ
ലഫ്റ്റനന്റ് ഗവർണർക്ക് സർവാധികാരം കൊടുക്കാനെടുത്ത നിയമനിർമ്മാണത്തെ എതിർക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ കർണാടകയിൽ ഞാൻ പറഞ്ഞിറങ്ങാമെന്ന് 8:30 മണിക്ക് KC വേണുഗോപാലിന് മുഖ്യ ഗവർണർ സന്ദേശം അയച്ചു. 9:30 മണിക്ക് അത് അംഗീകരിച്ചു. 11:30 മണിക്ക് ശ്രീ കണ്ടിയൂര എയർപോർട്ടിൽ കേജ്രിവാൾ വന്നിറങ്ങി. അവിടെ നിന്നും ബാംഗ്ലൂരിലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലേക്ക് 12 മണിക്ക് ചെല്ലുമ്പോൾ KC വേണുഗോപാലും മല്ലികാർജുന ഖാർഗെയും ഇറങ്ങി വന്ന് രാഹുൽ ചന്ദ്രയും കേജ്രിവാളിനെ സ്വീകരിച്ചു. സത്യമല്ലേ? കണ്ടതല്ലേ? ഒപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ എതിർക്കാം. 72 കോടി രൂപ ഓഫർ ചെയ്തു. MLA-മാരെ മുഴുവൻ അടർത്തി മാറ്റാൻ BJP ഓഫർ ചെയ്തപ്പോ എനിക്കിപ്പോഴും ഓർമ്മയിൽ മനോരമ ന്യൂസിൽ സ്റ്റാർ ന്യൂസ് കേജ്രിവാളിന്റെ 4 MLA-മാരെ കാണുന്നില്ല. ആദ്യമായി മറിഞ്ഞു, പേടിച്ചു. ഇവിടെ ഓരോരുത്തരും മറിഞ്ഞപ്പോ പോയിട്ടുണ്ട് അല്ലെ? പാർട്ടിയൊക്കെ വിട്ട്, ആം ആദ്മി പാർട്ടിയൊക്കെ വിട്ട് ചിലർ മറിഞ്ഞ്, ഞാൻ പേര് പറയുന്നില്ല, അങ്ങോട്ട് പോയി. ഏതാണ്ട് വലിയ കലത്തിൽ കിട്ടുമെന്ന് ചോദിച്ചു പോയതാ. വലിയൊരു രീതിയിൽ ഒരു സാധനം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഓരോ വിചാരിച്ചത് ആം ആദ്മിയെക്കാളും ജനാധിപത്യമുള്ള പാർട്ടിയിൽ കൊടിപിടിക്കാൻ പോവാണ്. ഇന്നാണ് മനസ്സിലായത് പോകുന്ന താമരയ്ക്ക് കൊടിപിടിക്കാനാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയില്ല. ആലോചിച്ച് നോക്കിയേ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയില്ല. കൊണ്ട് കടലിൽ മുക്കി കാറ്റ് മുക്കി ഇട്ടു. പോയിട്ടുണ്ട് കുറെ ആൾക്കാർ. ക്രിസ്ത്യാനികളുടെ സംരക്ഷകൻ സാബു ജേക്കബ്. എന്ത് സംരക്ഷണം? സാബു ജേക്കബിന് നിങ്ങൾ ഇവിടെ ശശികുമാർ സാർക്ക് ആരെയെന്ന് പറഞ്ഞു. സാബു ജേക്കബ് അടുത്ത അദാരിയാണ്, അതാ ഓഫർ. അതാ ഓഫർ. അത് കണ്ട് പിന്നെ പിണറായി വിജയൻ ചീത്തകൾ എടുത്തിട്ട് പുള്ളി രക്ഷകനായി കേരളത്തിന്റെ. അങ്ങോട്ട് പോയി വാരൊക്കെ പൊക്കി. നമ്മുടെ പാർട്ടിയിലൊക്കെ ചില സീനിയർ നേതാക്കന്മാർ പോയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പൊ പിണറായി വിജയനെ മറക്കുന്നു പറഞ്ഞ് പോയതാണ്. ഞാൻ ആലോചിക്കുന്നത്, എറണാകുളം ടൗണിലൂടെ BJP-യുടെ കൊടിയൊക്കെ പിടിച്ച് നമ്മുടെ ചില നേതാക്കന്മാർ നടക്കുന്ന കണ്ടാൽ സത്യത്തിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണം, വിരോധം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആ രീതിയിൽ 72 കോടി രൂപ ഓഫർ ചെയ്തു. മനോരമ സ്കോപ്പ് എഴുതി കാണിച്ചു. എന്താണ് എഴുതി കാണിച്ചത്? 4 MLA-മാർ മുങ്ങി. ആദ്യമായി പൊളിഞ്ഞല്ലോ. അത് തന്ത്രമായിരുന്നു. ചാനലുകാരോട് കേജ്രിവാൾ ചർച്ച ചെയ്യിപ്പിച്ചു, മാറ്റി നിർത്തി. കൃത്യം 11:30 മണിക്ക് രാജ്ഘട്ടിൽ ഗാന്ധി തുടങ്ങുന്ന മണി കേജ്രിവാളും കൂട്ടാളികളും സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇറങ്ങി നടന്നു വരുന്ന ആ വിഷൻ അത് കണ്ട ഒറ്റ മനുഷ്യനും ഈ ജനാധിപത്യം മരിക്കത്തില്ലാന്ന് മനസ്സിലാക്കും. ചങ്ക് വിരിച്ച് നെഞ്ചു വിരിച്ച് ഞങ്ങളെ മറിക്കാൻ 80,000 കോടി രൂപയുമായി മോദി അമിത്ഷായുടെ ഗുണ്ടാക്രമങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസ് പാർട്ടി ജയിക്കുമ്പോ ആദ്യം ചെയ്തവരുണ്ട് സാറേ ബസൂക്കി. ആദ്യം ചെയ്ത ബസൂക്കി റിസോർട്ട് മുക്കി. കാരണം ജയിച്ചു പോയാൽ മറിയും. പക്ഷെ ഞങ്ങൾ പണം കൊണ്ട് മറിയില്ല. കാരണം ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത് പണത്തിന് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയത് പണം കണ്ടിട്ടുമല്ല. അതുകൊണ്ട് ഞങ്ങൾ മറിയില്ല, ഞങ്ങൾ മറിഞ്ഞിട്ടില്ല. ഒരാളും പോയിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ പല പാർട്ടികളിൽ പലരും ചാടി ചേക്കറിയില്ലേ. കമൽനാഥ് ഇപ്പൊ ഇന്നലെ പറയുന്ന കമൽനാഥ് തിരിച്ച് കോൺഗ്രസിലേക്ക് വരികയാണ്. ഗോവയിൽ കമ്മത്ത് എന്ന് പറയുന്ന ഗോവയിലെ വലിയ നേതാവ് കമ്മത്ത്, അദ്ദേഹം ജയിച്ചതിന് ശേഷം 27 MLA-മാരെ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ബൈബിളും ഖുർആനും ഭഗവത്ഗീതയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പറഞ്ഞു, ഗാന്ധി ഏഴാളെ ഞങ്ങളിന്ന് പോയില്ല. രാജ്യത്തെ BJP ഓഫർ പറഞ്ഞു. കമ്മത്ത് കൂടുതലും പോയി. കമ്മത്തിനോട് ചോദിച്ചു, ബൈബിളും ഖുർആനും ഗീതയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടല്ലേ നിങ്ങൾ എന്നെ കബളിപ്പിച്ചല്ലോ എന്ന് രാഹുൽ ഗാന്ധി രംഗത്ത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് രസം. ഞാൻ സത്യപ്രതിജ്ഞ നിങ്ങളുടെ മുമ്പിലല്ല, പക്ഷെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, മോനെ നീ കൈപ്പത്തി നിൽക്കണ്ട, നീ BJP പൊക്കോളാം. കമ്മത്ത് പറഞ്ഞ മറുപടിയാണ്, നീ കൈപ്പത്തി നിൽക്കണ്ട, BJP പൊക്കോളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞു സേഫ് എന്ന് പറഞ്ഞു. കാരണം ദൈവം പറഞ്ഞതായിരിക്കും, മോനെ CBI വീട്ടിൽ വരും, ED വീട്ടിൽ വരും, അതുകൊണ്ട് നീ മറിഞ്ഞോളാൻ. ഇവിടെ സൂചിപ്പിച്ചില്ലേ മനീഷ് സിസോദിയ ഇവിടെ ജയിലിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ജയിലാണെന്ന് പറയുന്ന ഇവിടുത്തെ ചില പാർട്ടിക്കാരുണ്ട്. ഞങ്ങളുടെ നേതാക്കൾ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ഞങ്ങളുടെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് സ്വർണം കൂട്ടിൽ വെച്ച് കിടക്കുന്നതല്ല. ഞങ്ങളുടെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് ആരെയും കഴിഞ്ഞ ദിവസമല്ലേ TP
ചന്ദ്രശേഖരനെ വെട്ടിക്കൊണ്ട പ്രതികൾക്ക് ശിക്ഷ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി എടുത്ത് കേസ് കണ്ടെത്തി കളഞ്ഞു. ഇത് ഹൈക്കോടതിയിലെ വന്നു. അതായത് ജീവനെ തട നല്ല വരെയുണ്ട്, ഇങ്ങോട്ട് വന്ന സ്ഥിതി ഞാൻ വധശിക്ഷയാക്കാനായിട്ട് പോവാ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങളെ ആ കളി കിട്ടത്തില്ല. ഞങ്ങൾ അങ്ങനത്തെ സംവിധാനത്തുള്ളവരല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രീതിയിലാണ് സാഹചര്യം ഇന്ത്യൻ പൊളിറ്റിക്സ് പോകുന്നത്. ഇവിടെ ശക്തമായി ഈ സംവിധാനത്തിൽ ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഞങ്ങൾ എല്ലാ വിധത്തിലും ആക്രമിക്കില്ല. കേസ് ED കേസ്, സിസോദിയ അകത്ത്, ഇന്ദിരാ സിസോദിയെ പിടിച്ചകത്തിട്ടത് മദ്യമയം. ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം മദ്യം കൊടുക്കുന്ന മദ്യം വൃത്തിയവസരം കൊടുക്കുന്നതെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞില്ല. കേരള ഹൈക്കോടതി പറഞ്ഞില്ല മദ്യം കുടിക്കുന്നതിന് കാശ് വാങ്ങിച്ച് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ്, കുടിക്കുന്നതിന് കാശ് വാങ്ങിച്ച് ശമ്പളം സംസ്ഥാനമാണ്, വൃത്തിയുള്ള സ്ഥലത്ത് കൊടുക്കണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞില്ലേ? ഡൽഹിയിൽ എന്തായാലും സ്ഥിതി കുറെ മാഫിയയുടെ കയ്യിലായിരുന്നു മദ്യ കച്ചവടം, മാഫിയയുടെ കയ്യിൽ. അത് മാറ്റി വൃത്തിയുള്ള സംവിധാനമാക്കി മാറ്റി അതിന്റെ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് സിസോദിയെ പിടിച്ചകത്തിട്ടിരിക്കുക. സിസോദിക്ക് ജാമ്യം കൊടുത്ത ജാമ്യാപേക്ഷ വരുമ്പോ ഇന്ത്യയുടെ സുപ്രീം കോടതി ജാമ്യാപേക്ഷ സുപ്രീം കോടതി ചോദിച്ചു ഈ കേസ് കിട്ടിനോക്കിയതല്ലേ, ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോ 8 നിലയിൽ പൊട്ടുമെന്നറിയാം എന്ന് പറഞ്ഞു. ഉടനെ കേജ്രിവാളെ അറസ്റ്റ് ചെയ്യും. ഉടനെ പറയുന്ന മറുപടി സർ ജാമ്യം കൊടുക്കരുത്, സിസോദിക്ക് ജാമ്യം കൊടുക്കരുത്, കാരണം ഞങ്ങൾ നാളെ കേജ്രിവാളെ അറസ്റ്റ് ചെയ്യാൻ പോകും. ഉടനെ ജയിലിൽ പേടിച്ചിട്ട്, കാരണം ഈ കേജ്രിവാളെ അറസ്റ്റ് ചെയ്യുന്നതിന് പുതിയ കൊണ്ടുവന്നാലും പേടിച്ചിട്ട് ജാമ്യം കൊടുക്കില്ല. ഇതല്ലേ സംവിധാനം? ഞങ്ങൾ അകത്ത് കിടന്നു. ഞങ്ങളെ അതിന്റെ പേരിൽ സിസോദിയ മനുഷ്യൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് EDയുടെ നോട്ടീസ് വന്ന്, EDയുടെ ലെറ്റർ വന്ന് എൻഫോഴ്സ്മെന്റ് സംവിധാനത്തിന് മുമ്പിൽ ഹാജരാകുന്ന തൊട്ട് മുമ്പ് തിരിച്ചറിൽ എഴുതിയൊരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയായിരുന്നു? എടാ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ മാപ്പെഴുതി കൊടുത്താൽ, ഞാൻ ഷൂ ആക്കി കൊടുത്താൽ, പണ്ടുള്ളവർ ചെയ്യുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ ചെയ്തില്ലേ? അതായത് സർവ്വ അപരാധം കൊടുക്കണമേ പണ്ടുകാരെ എന്ന് പറഞ്ഞ് കമൽ കിടന്ന് ചെരുപ്പ് നക്കി കൊടുക്കുന്നതിന്റെ പാരമ്പര്യമല്ല എനിക്കത്. ഞാൻ യജമാന വംശത്തിൽപ്പെട്ടവനാണ്. എന്നെ ഉമ്മത്തിലേക്ക് പേടിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് നെഞ്ചും തിരിച്ച് ഇല്ലാത്ത കവിയുടെ പേരിൽ, ഇല്ലാത്ത കേസിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന മനുഷ്യൻ സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തു, കേജ്രിവാളെ അറസ്റ്റ് ചെയ്യും, ഞങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യും. കാരണം അവർക്കറിയാം ഈ പാർട്ടിയാണ് പറയുന്ന പാർട്ടി, ഈ പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടി. ഇതിലേക്ക് ജനങ്ങൾ വരും. പഞ്ചാബിൽ, ഡൽഹിയിൽ, ഗുജറാത്തിൽ, ഹരിയാനയിൽ. ഗുജറാത്തിൽ 100 പേരെ എടുത്താൽ 13% വോട്ടോ പാർട്ടിക്കും. അതായത് 100 പേരെ എടുത്താൽ 13 പേര് ആം ആദ്മി പാർട്ടിക്കാരായി മാറി. കോൺഗ്രസുകാരെ പക്ഷി കിട്ടാത്ത സ്ഥലത്ത് ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ, ഞങ്ങൾ ഇല്ലാതെ ശ്രമിച്ചാൽ, എനിക്കിപ്പോഴും ഓർമ്മ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് ജയിലിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല. വാർത്തകൾ വന്നു. ഡൽഹിയിലെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ കരയുന്നു, മനീഷ് ചാച്ച ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കള്ളൊന്നുമല്ല, ഇതിനൊക്കെ മൊബൈൽ ഫോണിലെ ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്ക്, ചുമ്മാ എഴുതി നോക്ക്. അതിൽ കുഞ്ഞുങ്ങൾ കരയുന്ന യൂട്യൂബ് വീഡിയോ. അവർ പറയുന്നതിനാണ് ഞങ്ങളുടെ ചാച്ച ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തന്ന, ചേരിയിൽ നിന്ന് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി തന്ന, ഇവിടെ സൂചിപ്പിച്ച ഹാപ്പിനെസ് കരിക്കുലം ഉണ്ടാക്കി തന്ന, എന്താ ഹാപ്പിനെസ് കരിക്കുലം? 10, 11, 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, മാനസിക സമ്മർദ്ദം മൂലം പഠിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം, മാതാപിതാക്കൾ സമയമില്ല കുഞ്ഞുങ്ങളെ കേൾക്കാൻ. അത്തരം കുഞ്ഞുങ്ങൾക്ക് മാനസികമായി അവരെ സംരക്ഷിക്കാൻ വേണ്ടി കണക്കും സയൻസും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മനോഹരമാക്കാൻ, അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആവശ്യമായ കരിക്കുലം ചെയ്ത മനുഷ്യൻ മനീഷ് സിസോദിയ. അതിനുശേഷം ആ കരിക്കുലം സംവിധാനം അതുപോലെ കൊണ്ടുവരുന്ന ആദിഷി. ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന അത്തരത്തിൽ മനോഹരമായി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉപജീവനം നയിക്കാനുള്ളതല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് അത് പ്രവർത്തിച്ചു കാണുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ. ആ സംവിധാനത്തിനെ വെറുതെ BJPയുടെ B ടീം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് മാറ്റി നിർത്തേണ്ടതല്ല. ഞങ്ങൾ BJPയുടെ B ടീം അല്ല, ഞങ്ങളാണ് ടീം, ഞങ്ങളാണ് A ടീം. B ടീമും C ടീമും ഒക്കെ മറ്റുള്ളവരാണ്. ഞങ്ങളാണ് ഇന്ത്യയുടെ A ടീം. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞത് അവസാനിപ്പിക്കും. എന്തിന് ഞങ്ങൾ വോട്ട് ചെയ്യണം, എന്തിന് ഞങ്ങളെ കേൾക്കണം, ഇതുകൂടി പറയണ്ടേ?
മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം അവസാനിപ്പിച്ചു പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് കേജ്രിവാളിനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഹാപ്പിനെസ് കരിക്കലുള്ള അഴിമതി കാണിക്കാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത ഭരണ സംവിധാനം പോകുന്ന പാർട്ടി, ആ പാർട്ടിക്ക് എന്തിന് വോട്ട് ചെയ്യണം? മലയാളം എന്തിന് വോട്ട് ചെയ്യണം? ചോദ്യമാണ്. നിങ്ങൾ എന്താണ് നാട്ടിൽ കേജ്രിവാളിന്റെ പാർട്ടിക്കാര് ഈ നാട്ടിൽ പ്രവർത്തിച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് ആ ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന കേജ്രിവാളും ജീവിച്ചിരിക്കുന്ന പഞ്ചാബിലെയും ഭരിക്കുന്ന പഞ്ചാബിലെയും ജനങ്ങളെ സേവിക്കുന്ന ഡൽഹിയെയും സർക്കാരുകൾ എടുക്കുന്ന നയവും രൂപീകരണവും നയത്തിന്റെ ഭാഗമാണ്. 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ. ചുമ്മാതല്ല, സത്യം. 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ. ഒരുപക്ഷെ എന്നെ സ്ഥിരം കേൾക്കുന്ന, ഒരുപക്ഷെ എന്റെ യാത്ര ചെയ്യുന്ന സഹപ്രവർത്തകർ കേട്ട കാര്യമാണ്. പക്ഷെ പറയാതിരിക്കാൻ ഈ രാജ്യവേദിയിൽ പറയാതിരിക്കാൻ അതുകൊണ്ട് പറയുകയാണ്. ട്രെയിനിലെ സംഭവം പറയണ്ടേ സാറേ? പറയണം. ഞാന് കുറുവലിയോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് രാഷ്ട്രീയ പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിൽ കേരള എക്സ്പ്രസിൽ ഒരു സ്ത്രീ, പ്രായമുള്ള സ്ത്രീ കയറി. അന്ന് കുറുവലിയോട് ജോയിസാണ് നേതൃത്വം പരിപാടിക്ക് പ്രസംഗിക്കാൻ വരികയാണ്. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പാണ്, 8 മാസത്തിന് മുമ്പാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീ കയറി, പരിചയപ്പെട്ടു. ചേച്ചി എവിടെ താമസിക്കുന്നത്? അത് ചെങ്ങന്നൂരുകാരിയാണ്. എങ്ങോട്ട് പോവാണ്? ഡൽഹിക്ക് പോവാണ്. ഡൽഹിയിലാണ് ഉപജീവനം, അല്ലെ ഡൽഹിയിലാണോ ജീവിതം? അതെ, ഞാൻ ഏതാണ്ട് 10-28 വർഷമായി ഡൽഹിയിലാണ്. എന്റെ ഭർത്താവ് അവിടെ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും എന്റെ മക്കളും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അരുണുണ്ട്. അപ്പൊ ഞാൻ ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് തന്നെ അറിയില്ല, ഞാൻ ഇവിടെ പറയാനും കഴിയില്ല. പക്ഷെ അരുണ് കൗതുകത്തിൽ അവരോട് ചോദിച്ചു, ചേച്ചി ഡൽഹിയിലെ രാഷ്ട്രീയം എങ്ങനെയുണ്ട്? ഡൽഹിയിലേക്കുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടാവുമല്ലോ, ചോദിച്ചു നോക്കും. ബന്ധുക്കൾ ഡൽഹിയിലുള്ളവരൊക്കെ ഉണ്ടാവും. ചേച്ചി എങ്ങനെയുണ്ട് ഡൽഹിയിലെ രാഷ്ട്രീയം? ഉടനെ ആ സ്ത്രീ ബാഗൊക്കെ തുറന്ന് ചോറിന്റെ പൊതിയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു, എന്താണ്? അപ്പൊ അവർ വീണ്ടും ചോദിച്ചു, ചേച്ചി ഡൽഹിയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയല്ലേ? ആ അതേപോലെ ആം ആദ്മി അതിന്റെ പേര്. എങ്ങനെയുണ്ടത്? അപ്പൊ ഞാൻ സൈഡ് ചേർന്ന് ട്രെയിനോട് ചേർന്നിരിക്കുക. എടുത്ത വായിൽ ചേച്ചി പറഞ്ഞു, കൊള്ളത്തില്ല, പരിപാടി കൊള്ളത്തില്ല. അപ്പൊ ഞാൻ ആരോട് ചോദിച്ചു, വല്ല കാര്യം ഉണ്ടായിരുന്നു? കാരണം പ്രസംഗിക്കാൻ പോവാണ്. പാർട്ടി കൊള്ളത്തില്ല എന്ന് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എങ്ങനെ പ്രസംഗിക്കും? അരുണ് പറഞ്ഞു, ചുമ്മാ ചേച്ചി വെറുതെ പറഞ്ഞത് അല്ല, കൊള്ളത്തില്ല, ഈ പാർട്ടി കൊള്ളത്തില്ല. അപ്പൊ അരുണ് വലിയ കൗതുകപരമായി തന്ത്രപരമായ അടുത്ത ചോദ്യം, ചേച്ചി അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അറിയുന്നത്, അവിടെ 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലേ? അപ്പോൾ പറഞ്ഞ ചേച്ചി ചോറിന്റെ പുതിയ കഴിച്ചു, അത് കൊടുക്കുന്നുണ്ട്, അപ്പം പാർട്ടി നല്ലതല്ലേ? അപ്പൊ പറഞ്ഞത്, മോനെ 200 യൂണിറ്റ് വൈദ്യുതി പറയുന്നത് എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭർത്താവും എന്റെ മകനും മാത്രമാണ് ഉള്ളതെങ്കിൽ ഞാൻ 200 യൂണിറ്റ് വൈദ്യുതി. പക്ഷെ മോത്ത പഠിക്കുന്നത് IT പ്രൊഫഷണലാണ്, അവർ വന്നാൽ 201 കാശ് കൊടുക്കണം. അപ്പൊ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ അല്ലേ? നമ്മുടെ നാട്ടിലെ ഫ്രീ ആണോ? ഇവിടെ മനുഷ്യപരമായ ഡാം കെട്ടി, ദൈവം കൊടുക്കുന്ന വെള്ളം കെട്ടി നിർത്തി, അതിൽ നമ്മുടെ കയ്യിൽ പണം പിരിച്ച ഡാം കെട്ടിയെടുത്ത്, ആ ഡാമിൽ വെള്ളം കെട്ടി, അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി, അതിന്റെ കയ്യിൽ നിന്ന് അതിന്റെ ഭാഗമായി പണം പിരിച്ച്, അതിന്റെ ഭാഗമായി വീട്ടിലെ മീറ്ററിന് വാടക കൊടുത്ത്, ഓരോ യൂണിറ്റിനും അധിക സെസ് ചാർജ് കൊടുത്ത്, KSB എന്ന് പറയുന്ന വെള്ളാലെ തീറ്റിപ്പോയി നാട്ടിൽ ജീവിച്ച സ്ത്രീയോട് ചോദിച്ചു, ചേച്ചി 200 യൂണിറ്റുകളിൽ വൈദ്യുതി ഫ്രീ അല്ലേ, നല്ലതല്ലേ? അപ്പൊ അവർ പറഞ്ഞത്, മോനെ കൊള്ളത്തില്ല, അതിൽ കാര്യമൊന്നുമില്ല, ഇതുകൊണ്ട് വൈദ്യുതി കാശ് കൊടുത്തില്ലേ? അപ്പൊ ചേച്ചി, അപ്പൊ അത് വീണ്ടും ഞാൻ പറഞ്ഞു, വേണ്ട, ഇനി കൂടുതൽ മുമ്പോട്ട് പോകണ്ട. അല്ല, വിടാൻ തീരുമാനിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, ചേച്ചി 20,000 ലിറ്റർ വെള്ളം സൗജന്യമല്ലേ? 20,000 ലിറ്റർ വെള്ളം സൗജന്യമല്ലേ ഡൽഹിയിൽ? ഉടനെ പറഞ്ഞു, താല്പര്യമില്ലാത്ത രീതിയിൽ അവർ പറയും, അത് ശരിയാണ്, 20 ലിറ്റർ വെള്ളമാണ്, പക്ഷെ അത് ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല, കാരണം ഞാൻ താമസിക്കുന്നത് എന്റെ തൊട്ടിലാണ്, ഹൗസ് ഓണർ മേളിലാണ് കാണുന്നത്, അപ്പൊ അവർക്കാണ് വെള്ളം 20 ലിറ്റർ വരുന്നത്. നമ്മൾ ചേച്ചിയുടെ കുടുംബം അതിൽ ഉപയോഗിക്കുന്നത്, അതാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അതിന്റെ ഗുണം അവർക്കല്ലേ കിട്ടുന്നത്, ന്യായം. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, എന്താണ് 200 യൂണിറ്റ് വൈദ്യുതി കൊടുക്കുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ, 20,000 ലിറ്റർ വെള്ളം വരുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഇവിടെ ഈയിടയ്ക്കല്ലേ വെള്ളത്തിന്റെ കരം, അതായത് ഈയിടയ്ക്ക് നമ്മളൊരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ പൈപ്പ് വെച്ചിരിക്കുക, പഞ്ചായത്തിന്റെ പൈപ്പ്, വെള്ളത്തിന്റെ പൈപ്പ്, അത് ചെന്ന് താഴോട്ടും മേലോട്ട് വാക്കി വരുന്നത് കാറ്റാണ്. പക്ഷേ വെള്ളത്തിന്റെ കരമെടുക്കാൻ വരുന്നതാണ് വീട്ടുകാർക്ക് ബില്ല് എഴുതി കൊടുത്തു, 48 രൂപ. ഉടനെ അവർ ചോദിച്ചു, സാറേ
കാറ്റിനും പൈസ തരണം. അപ്പൊ എന്താ ചോദിച്ചേ? ഞങ്ങൾ താഴോട്ട് മരുന്നാക്കാൻ എഴുതുന്ന കാറ്റാണ്, കാറ്റിനും പൈസ അത് എഴുതി കൊടുത്തേക്കുക. അങ്ങനെ സംസ്ഥാനത്ത് ജീവിച്ച സ്ത്രീ ഡൽഹിയിൽ പോയി താമസത്തിന് ശേഷം ഹൗസ് ഓണർക്ക് 20,000 വെള്ളം കിട്ടുന്നു. അതിന്റെ കമ്മിലെത്തുന്ന ഒരു സ്ത്രീ പറയുകയാണ്, ഇത് രണ്ടുമുണ്ടെങ്കിലും ഭയങ്കര മോശമാണ്, വിട്ടില്ല. അപ്പൊ ഞാനും കയറി. ഇത് ശരിയല്ലല്ലോ, അങ്ങനെ വിട്ടാക്കൊള്ളില്ല. നമുക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഈ ആന്റി ഇത് പറയുന്നത്. എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അടുത്തൊന്നും ചോദിച്ചു, ചേച്ചി അവിടെ മൊഹല്ല ക്ലിനിക്കുകൾ എന്ന് പറയുന്ന സംവിധാനമില്ലേ? മൊഹല്ല ക്ലിനിക്കുകൾ കള്ളമല്ലോ. 655ാമത്തെ മൊഹല്ല ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം അരവിന്ദ് കേജ്രിവാൾ നടത്തി ഡൽഹിയിൽ. 655ാമത്തെ മൊഹല്ല ക്ലിനിക്. എന്താ മൊഹല്ല ക്ലിനിക്ക്? മനസ്സിലാക്കണം. ഹിന്ദിയിലുള്ളതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ പോകരുത്. മൊഹല്ല ക്ലിനിക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന PHC എന്ന് പറയുന്ന കെട്ടിഘോഷിക്കുന്ന ആരോഗ്യ സംവിധാനത്തിന്റെ പരിച്ഛേദമായിട്ടുള്ള സംവിധാനമാണ് ഡൽഹിയിലെ മൊഹല്ല ക്ലിനിക്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയത്തിന്റെ കേൾക്കുന്ന മനുഷ്യരോട് ചോദിക്കട്ടെ, ഇപ്പൊ ഈ സമയം 8:10 ഒരു മരുന്ന് വാങ്ങാൻ ഒരു അപകടം പറ്റി നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തെ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ ചെന്നാൽ ഇപ്പൊ ഡോക്ടറുണ്ടോ? അവിടെ ഇപ്പൊ ഡോക്ടറുണ്ടോ? സർവീസ് ഉണ്ടോ? ഇല്ല. പക്ഷെ ഡൽഹിയിൽ 24 മണിക്കൂറും 110ഓളം മരുന്നുകൾ, അവശ്യ മരുന്നുകൾ ഫ്രീ, 120ഓളം ടെസ്റ്റുകൾ ഫ്രീ, 24 മണിക്കൂറും AC സംവിധാനത്തിൽ ഡോക്ടർമാരുടെ സേവനം നൽകുന്ന പബ്ലിക് ഹെൽത്ത് സെന്റർ സംവിധാനമാണ് മൊഹല്ല ക്ലിനിക്. ഈ സംവിധാനമാണുണ്ട്. അവരോട് ചോദിച്ചു, ചേച്ചി 605 കിലോമീറ്റർ ചുറ്റളവില്ല. ഇവിടെ ഇരാക്കിയുടെ ഇടയാളത്തിന്റെ പാതയിലായിരിക്കും. പക്ഷേ ഡൽഹിയിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ മൊഹല്ല ക്ലിനിക്കുകൾ 685ാമത്തെ മൊഹല്ല ക്ലിനിക് ഉദ്ഘാടനം ചോദിച്ചു. ചേച്ചി വൈദ്യുതി ഫ്രീ, വെള്ളം ഫ്രീ, 24 മണിക്കൂറും സാധാരണക്കാരൻ മരുന്ന് ഫ്രീ. നല്ല ഭരണമല്ലേ? നല്ല ഭരണമല്ലേ? അവ പറഞ്ഞു അല്ല, മോശം. അപ്പൊ ചോദിച്ചു, ചേച്ചി നല്ല സ്കൂളുകളില്ലേ? നല്ല സ്കൂളുകളില്ലേ? നമുക്കറിയത്തില്ല നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ മാറ്റം, സ്കൂളുകൾ മാറ്റം. എന്നാൽ പോലും സാധാരണ മനുഷ്യർ അവരുടെ മക്കളെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കുമ്പോ തണുന്നവൻ കയ്യിൽ തണുന്നവൻ മക്കളെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയും 10-18 വയസ്സാകുന്ന സമയം ഇവിടെ ഒരുമിച്ച് ലോക്കൽ മാർക്കറ്റിൽ നല്ല വിദ്യാഭ്യാസം നേടിയ പണമുള്ള മനുഷ്യന്റെ മക്കൾ ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ കടന്നു പോവുകയും ചെയ്യുന്ന ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് പഠിച്ച ഒരു ചേച്ചി ചോദിച്ചു, അവിടെ എല്ലാ മനുഷ്യർക്കും സൗജന്യ വിദ്യാഭ്യാസം, നല്ല സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ. നമുക്കറിയത്തില്ല, വയനാട്ടിൽ ഒരു കുഞ്ഞ് 3 വർഷം മുമ്പ് ഒരു കുഞ്ഞ് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സ്കൂൾ മുറിയിൽ പണ്ട് ഒരു ദ്വാരത്തിൽ പോയ കൈ കൊച്ചിനെ പാമ്പ് കടിച്ചു, മരിച്ചു. ആ കൊച്ച് പാമ്പ് കടിയേറ്റ് മരിച്ചു. അത്തരത്തിൽ സ്കൂളുകൾ കേരളത്തിൽ നിൽക്കുന്ന സ്ഥലത്ത് ചോദിച്ചു, ചേച്ചി നല്ല മനോഹരമായ സ്കൂളുകളില്ലേ? സ്കൂളുണ്ട്, വൈദ്യുതിയുണ്ട്, വെള്ളമുണ്ട്, സൗജന്യ യാത്രയുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയുണ്ട്. ചേച്ചി ഇത്രയൊക്കെ സംസ്ഥാനത്ത് എന്താണ് ഭരണം മോശം? അപ്പൊ എന്നോട് പറഞ്ഞ മറുപടിയാണ് രസം. മോനെ, ഇതൊക്കെയാണെങ്കിലും എനിക്ക് വോട്ട് ചെയ്യാൻ പ്രയാസമാണ്. അതെന്താണ്? കാരണം എന്റെ വലിയ പങ്ക് പറയുന്നത് ചെങ്ങന്നൂരിൽ ഏതാണ്ട് 10-39 വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാരണവരായിരുന്നു. അതിന്റെ HC മെമ്പർ ആയിരുന്നു എന്റെ വല്യപ്പൻ. എന്റെ അപ്പൻ ഇപ്പോഴും പാർട്ടിയുടെ LC പെട്ട മെമ്പറാണ്. അതുകൊണ്ട് കാലാകാലങ്ങളായി ഞാൻ വോട്ട് ചെയ്യുന്നത് അനിവാര്യതയ്ക്കാണ്. അതുകൊണ്ട് മാറ്റി കൂട്ടിയാൻ ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, ഈ ചിന്ത മാറ്റിയാണ്, ഈ ചിന്ത മാത്രം മാറ്റിയാൽ മതി. ഞാൻ പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സാഹചര്യത്തിനും മാറ്റം ഉണ്ടാകില്ലേ? അതായത് കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ലൈവായി അദ്ദേഹം മൊബൈൽ ഫോൺ എടുക്കുമ്പോ ആ നാട്ടിലെ സുഹൃത്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗം കേൾക്കുമ്പോൾ ഒരു 10-15-20 കാലങ്ങൾക്ക് മുമ്പ് ഇത് സംഭവിക്കുമായിരുന്നില്ല. ഭക്ഷണം ചോദിക്കുന്ന ഭക്ഷണം, ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കുണ്ടറയിൽ പെരുമ്പോഴ സ്ഥലത്താണ്, ഗ്രാമത്തിലാണ്. 10 മിനിറ്റ് കൊണ്ട് മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷനിൽ സ്വിഗ്ഗിയിൽ ഒരു ഭക്ഷണം ഓർഡർ ചെയ്താൽ എന്റെ വീട്ടിലേക്ക് ഒരു ചൂടേറിയ ബിരിയാണിയും അതിന്റെ സംവിധാനങ്ങളും. രീതികൾ മാറിയില്ലേ? വസ്ത്രധാരണ രീതികൾ മാറിയില്ലേ? ഭക്ഷണ രീതികൾ മാറിയില്ലേ? കമ്മ്യൂണിക്കേഷൻ സംവിധാനം മാറിയില്ലേ? ഇതെല്ലാം മാറി.
നമ്മൾ സുഖമായി ജീവിക്കും. പക്ഷെ ഇപ്പോഴും മാറ്റമില്ലാതെ സംവിധാനം വോട്ട് ചെയ്യുന്നത് പാരമ്പര്യമായി എന്റെ അപ്പൻ, എന്റെ വല്യപ്പൻ, എന്റെ വല്യമ്മ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയാണെങ്കിൽ ഞാൻ അവിടെ വോട്ട് ചെയ്യും. എന്റെ അപ്പൻ, എന്റെ വല്യപ്പൻ, എന്റെ കുടുംബക്കാർ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഞാൻ അവിടെ വോട്ട് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാലാകാലങ്ങളായിട്ട് ഒരു കുത്തിക്കൊടുത്തു, കുത്തിയവൻ രക്ഷപ്പെട്ടില്ല, കുത്തുകൊണ്ടവൻ രക്ഷപ്പെട്ടു. ശരിയല്ലേ? കാലാകാലമായി നിങ്ങൾ കുത്തിക്കൊടുത്തു, കുത്തിയ നിങ്ങൾ രക്ഷപ്പെട്ടില്ല, കുത്തുകൊണ്ടവർ പൈസ ഉണ്ടാക്കി, പണമുണ്ടാക്കി, ബംഗ്ലാവിൽ വെച്ചു, യാത്രകൾ നടത്തി, സൗജന്യമായി ജീവിക്കുന്നു, രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു, പ്രമുഖന്മാരെ പോലെ ജീവിക്കുമ്പോ കുത്തിയവരിപ്പോഴും അതോറിയല്ലേ? അതിന് മാറ്റമുണ്ടാകാൻ രാഷ്ട്രീയത്തിലൊരു മാറ്റം നിങ്ങളുടെ മുമ്പിൽ അവസരമായി വരുമ്പോ അത് മനോഹരമായ എല്ലാ ദിവസവും കയ്യിലെടുത്ത് രാഷ്ട്രീയ പരിസരം വൃത്തിയാക്കാൻ കഴിയുന്ന ചിഹ്നമാണെങ്കിൽ അതിന് ബിജെപിയുടെ ബി-ടീമിനെ വിളിച്ചു മാറ്റി നിർത്താറ്, അല്ലെങ്കിൽ തലയിൽ തൊട്ടി വെച്ചുകൊണ്ട് ഒരു ഡൽഹി പാർട്ടിക്കാരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറ്. നന്മയുടെ രാഷ്ട്രീയം പറയുന്ന സാഹചര്യത്തിന് വോട്ട് ചെയ്യും. നിങ്ങളുടെയൊക്കെ മക്കൾ, എന്നെ കേൾക്കുന്ന പലരുടെയും മക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് പറയുന്നത്, അപ്പച്ച, അമ്മച്ചി, നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റം വേണം, കോൺഗ്രസ് പോകത്തില്ല, കമ്മ്യൂണിസ്റ്റ് പോകത്തില്ല, ബി-ജെ-പി പോകത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കൊള്ളാവുന്ന വോട്ട് ചെയ്യും. കൊള്ളാവുന്നവൻ വരുന്നുണ്ട്, ചൂലിന്റെ ചിഹ്നവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പരീക്ഷിക്കും. നമ്മൾ എന്തെല്ലാം പരീക്ഷിക്കുന്നു? ഭക്ഷണ പാചകം പരീക്ഷിക്കുന്നില്ലേ? നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണത്തിന് പാചക സംവിധാനങ്ങൾ പരീക്ഷണമില്ലേ? യാത്രയിൽ പരീക്ഷണമില്ലേ? ജീവിത സാഹചര്യം പരീക്ഷണമില്ല. ആ ഒരു പരീക്ഷണമായിട്ടെങ്കിലും ഈ പാർട്ടിയെ നെഞ്ചോടിക്ക് ഇത് സ്വീകരിച്ച ജനത ഡൽഹിയിലുണ്ട്, സുഖമായി ജീവിക്കുന്നുണ്ട്. ഇത് സ്വീകരിച്ച ജനത പഞ്ചാബിലുണ്ട്, അവിടെ സുഖമായി ജീവിക്കുന്നുണ്ട്. ഹരിയാനയിലും ഡൽഹിയിലും ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സ്വീകരണം കേരളത്തിൽ, ഈ ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് കവളിക്കാതെ നടക്കുന്ന ഈ സംസ്ഥാനത്ത് നിന്ന് സ്വീകരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ: കർഷകന് ജീവിക്കാൻ സാധിക്കും, അധ്വാനിക്കുന്നവർ ജീവിക്കാൻ സാധിക്കും. മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും ഹിന്ദു എന്നും പറഞ്ഞ് തമ്മിലടിക്കാതെ മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോയി നാട്ടിൽ ജീവിക്കാൻ സാധിക്കും. പോലീസ് ഗുണ്ടായിസമില്ലാതെ നാട്ടിൽ ജീവിക്കാൻ സാധിക്കും. മദ്യമാഫിയയും കഞ്ചാവ് മാഫിയയും ഭരിക്കാതെ നിങ്ങളുടെ മക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കും. പഠിക്കുന്നവന് ജോലി കിട്ടി അവന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് സുഖമായി PSC സംവിധാനത്തിലൂടെ ജോലി വാങ്ങിച്ച് സുഖമായി ജീവിക്കാൻ സാധിക്കും. ഈ സാധ്യത ഉണ്ടാവണമെങ്കിൽ മാറ്റം ഉണ്ടാവണം. ആ മാറ്റം ഈ പാർട്ടിയിലൂടെ അവർ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.